ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം. സന്നിഹിതരായിട്ടുള്ള വാത്സല്യ സഹോദരങ്ങൾക്കെല്ലാം എൻ്റെ ക്രിസ്തീയ വന്ദനം. നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നു. നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ വിശേഷാൽ സ്തുതിക്കുകയാണ്. കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം അങ്ങിങ്ങായി പരിപാലിക്കുന്നു, വഴി നടത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. ചില നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നൊരു വിഷയമാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തിയറി ക്ലാസ് ആയിരുന്നെന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ സംഭവിച്ച പല കാര്യങ്ങളും, ക്രൂശിൻ്റെ ശത്രുക്കളെ നമുക്ക് പല നിലകളിൽ അടുത്ത് നിന്ന് കാണുവാനായിട്ട് സാധിച്ചു. അതായത് പ്രാക്ടിക്കൽ സൈഡ്, തിയറി മാത്രമല്ല പ്രാക്ടിക്കൽ സൈഡും പലയിടങ്ങളിൽ നിന്നും അതിനെക്കുറിച്ചൊക്കെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മെസ്സേജിൻ്റെ രീതി ഒന്ന് മാറ്റി അത്തരം വിഷയങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെയൊക്കെ ആ സമയത്ത് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് വന്ന സമയത്ത് പരിശോധനകളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് സാഹചര്യം ഒരുങ്ങി വന്നു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില പരാമർശങ്ങൾ നമ്മൾ നടത്തി. ഇസ്രായേലിനും മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടന്ന് തദനന്തരം ഇമ്മീഡിയറ്റ് പരിശോധനകൾ അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ ആ പരിശോധനകളൊക്കെ ആയിട്ട് അവർ മുൻപോട്ട് കടന്നു വരികയാണ്. പിന്നീട് അവർ ഹോരേബിലെത്തുമ്പോൾ ഹോരേബിൻ്റെ അടിവാരത്ത് വെച്ച് അഹ്റോൻ അടിതെറ്റിപ്പോയെന്ന് വേണേൽ പറയാം. അവിടെ വെച്ച് അഹ്റോന് അടിതെറ്റിപ്പോയി, പരിശോധന തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം. അതൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോയി റഫീദീമിൽ മോശ പാറയെ അടിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ ഒന്നുകൂടി അടിച്ച് മോശയ്ക്കും അടി തെറ്റിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പരിശോധനകളിലൂടെയൊക്കെ അവർ കടന്നുപോയ കാര്യമൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചിരുന്നു. പിന്നീട് ഗിദെയോൻ്റെ സമയത്തെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് ഇങ്ങനെ മുൻപോട്ട് വന്ന സമയത്ത് നമ്മൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിലും പരിശോധനകളും പരീക്ഷകളും ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ വിശുദ്ധ അപ്പോസ്തലന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഉറച്ചു പറയുവാനിടയായി. അങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തിലാണ് ശുശ്രൂഷകരുടെ മേൽ പരിശോധനകളുണ്ട്, ദൈവജനത്തിൻ്റെ മേൽ അഥവാ വിശ്വാസി സമൂഹത്തിൻ്റെ മേലും പരിശോധനകളൊക്കെ കടന്നു വരുമെന്നുള്ള കാര്യമൊക്കെ പറയാനിടയായല്ലോ. അപ്പോൾ അങ്ങനെ ശുശ്രൂഷകന്മാരുടെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് എന്താ? അവർ വിശ്വസ്തരായിരിക്കണം, അതുപോലെ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം, അവർ കണക്ക് പറയേണ്ടവരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വന്ന് പിന്നത്തേതിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ എല്ലാവരെയും പരിശോധനകളിലൂടെയൊക്കെ കടത്തിവിടുമെന്നുള്ള കാര്യം നമ്മൾ പറയാനിടയായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 പ്രധാനപ്പെട്ട വേദഭാഗങ്ങളെ മുൻനിർത്തിയാണ് സംസാരിച്ചത്. എന്നാൽ അതിനിടയിൽ മറ്റ് വേദഭാഗങ്ങളും എടുത്തു നമ്മൾ. അതായത് എഫേസ്യ ലേഖനം 4:14 നമ്മൾ കണ്ടത് ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കുമെന്നുള്ളൊരു കാര്യമാണ്. ഓരോരോ കാറ്റുകൾ അടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് പോയിട്ട് അവിടെ കണ്ടത് ഭോഷ്കിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം. അത് തുടങ്ങുന്നത് അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് അത് വരുംകാലത്ത് സംഭവിക്കേണ്ട കാര്യമാണ്. എന്നാൽ അതിൻ്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്. ആ വ്യാപാരത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഭോഷ്കിൻ്റെ ആത്മാവിനെ വലുവനായ ദൈവം അനുവദിച്ചിരിക്കുന്നു. അത് സകല വഞ്ചനയോടും സകല ശക്തിയോടും കൂടെ ജനത്തെ വഞ്ചിക്കുന്ന രീതികളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ 2 വാക്യങ്ങളും തമ്മിലൊരു അന്തരമുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനങ്ങ് പൊതുവെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അതിൽ എഫേസ്യ ലേഖനത്തിലെ വാക്യം എന്ന് പറയുന്നത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ് ആ വാക്യം നമ്മുടെ മുമ്പിൽ നിഴലിച്ച് നിൽക്കുന്നത്. അതായത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ പറഞ്ഞു വരുമ്പോഴാണ് അവൻ ചിലരെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം കാണുന്നത്. ആ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുത്തത് എന്ത് കാര്യത്തിനൊക്കെയാണെന്നുള്ളതാണ് താഴേക്ക് പറഞ്ഞു വരുന്നത്. അതങ്ങനെ പറഞ്ഞ് അതിൻ്റെ താഴെ ഒരു 16-ൻ്റെ അടുത്ത് വാക്യങ്ങൾ വരെ പറഞ്ഞു പോകും. അപ്പോൾ അതിൽ 14-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിൻ്റെ ജനത്തോട് പറയുന്നത് ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുമെന്ന്. പബ്ലിക്കിനോടല്ല അത് പറയുന്നത്. എഫേസ്യ ലേഖനം ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമല്ലേ. അത് ദൈവജനം മനസ്സിലാക്കണം. ഉപദേശത്തിൻ്റെ കാറ്റുകൾ 4 കോണുകളിൽ നിന്നും അടിക്കും. അതുപോലെ തന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഭോഷ്കിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം. അതായത് സത്യത്തെ സ്നേഹിച്ച്
ആ സത്യത്തെ കൈക്കൊള്ളുവാൻ മനസ്സ് വയ്ക്കാത്തവർക്കെല്ലാം ന്യായവിധി വരേണ്ടതിന് ഭോഷ്കിൻ്റെ ആത്മാവിനെ അനുവദിക്കുന്നു എന്നുള്ള കാര്യമാണ്. ആ ആത്മാവിൻ്റെ വ്യാപാരം വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അല്ലെങ്കിൽ ആ സ്പിരിറ്റ് കരങ്ങളിലെടുത്ത് അഭിഷേകം ചെയ്തിരിക്കുന്ന വ്യക്തികൾ, അവർ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു കളയും. അത്ഭുതങ്ങളും അടയാളങ്ങളും പല കാര്യങ്ങളുമൊക്കെ ചെയ്തു കളയും. അപ്പോൾ അതൊക്കെ ദൈവജനം വിവേചിക്കണം. അവരുടെ ആ ശുശ്രൂഷകളിൽ ഇമ്മീഡിയറ്റായിട്ട് അപകടത്തിൽപ്പെടുന്ന ആളുകളെന്ന് പറയുന്നത് സഭയ്ക്കകത്തല്ല. സഭയ്ക്കകത്തും അപകടമൊക്കെ വരും. അത് സഭയ്ക്കകത്തല്ല നമുക്ക് പറയാൻ കഴിയുന്നത്, വെളിയിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ കഴിയും. കാരണം ഇവരുടെ സുവിശേഷ ഘോഷണത്താൽ യഥാർത്ഥത്തിൽ രക്ഷയിലേക്ക് വരുവാൻ ജനത്തിന് കഴിയില്ല. ഇവർ പറയുന്ന സുവിശേഷം എന്ന് പറയുന്നത് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വാണിംഗ് കൊടുത്തിട്ടുള്ള സുവിശേഷമാണ്. പൗലോസ് മുന്നമേ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ആ വാണിംഗ് കൊടുത്തിരിക്കുന്ന ആ സെയിം സംഭവം എടുത്തുകൊണ്ടാണ് ഇത്തരക്കാർ സുവിശേഷം എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവരുടെ ആ സുവിശേഷത്തിനകത്ത് ഈ സ്വർഗത്തിൻ്റെ മുദ്രയോ കയ്യൊപ്പോ ഇല്ല. ഇപ്പം ചില ഈ ഗവൺമെൻറ് സർവീസുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാൻ കാർഡാകട്ടെ, ഈ പാസ്പോർട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഹോളോഗ്രാം ഉണ്ടല്ലോ, ഈ സർക്കാരിൻ്റെ മുദ്രയുള്ളത്, അതൊക്കെ സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്കാൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ കാലത്തുണ്ടല്ലോ. അപ്പോൾ അതുപോലെ സ്കാനിങ്ങിന് വിധേയമാകപ്പെടും. അങ്ങനെ സ്കാനിങ്ങിന് വിധേയമാകുമ്പോൾ ഈ ഒറിജിനൽ അല്ലെങ്കിൽ അത് പിന്നെ പറയണ്ടല്ലോ, ന്യായവിധിയിലേക്കാണ് പോകുന്നത്. എനിവേ, പറഞ്ഞു വരുന്നത് ഈ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചതാണ്. ഒന്ന്, എഫേസ് ലേഖനത്തിൽ പറയുന്ന വാക്യം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കും, ദൈവജനം മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. മറു സൈഡിൽ ഈ ലോകത്തിലുള്ള ആളുകൾ ദൈവരാജ്യത്തിലേക്ക് വാസ്തവമായി പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു വാതിൽ എന്ന് നമ്മളെപ്പോഴും പറയും. ഒരേ ഒരു വാതിൽ, സുവിശേഷം എന്ന ഒരേ ഒരു വാതിൽ, യേശുക്രിസ്തു എന്ന ഒരേ ഒരു വാതിൽ. ഞങ്ങളുടെ ഒരു കോർ എപ്പിസ്കോപ്പ കഴിഞ്ഞ ദിവസം കംപ്ലൈൻറ്റ് പറഞ്ഞെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കോർ എപ്പിസ്കോപ്പ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെ ഒരു മെസ്സേജിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരു ഓളത്തിൽ ഇങ്ങനെ അങ്ങ് പറയാണ് ആ വാതിൽ യേശുക്രിസ്തു ആണെന്ന്. ഒന്ന് ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ് ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നെന്ന്. കോർ എപ്പിസ്കോപ്പ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇയാൾക്കൊരു സ്ഥിരതയുമില്ല, ഈ പാസ്റ്റർക്ക് ഒരു സ്ഥിരതയുമില്ല. 2 മിനിറ്റ് മുമ്പ് അയാൾ പറഞ്ഞു യേശുക്രിസ്തു ആ വാതിൽ നിന്ന്, ഇപ്പോൾ അയാൾ പറയുന്നു സുവിശേഷമാണെന്ന്. നമ്മളെ ക്ഷമ പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വന്നത് ഒരേ ഒരു വാതിലേ ഉള്ളൂ. ആ വാതിൽ യേശുക്രിസ്തുവാണ്, ആ വാതിൽ സുവിശേഷമാണ്. അപ്പോൾ അങ്ങനെ ഇതിനകത്തേക്ക് വരേണ്ടതിന് പകരം ക്രെയിൻ സർവീസുകളുള്ള ഒത്തിരി കമ്പനികളുണ്ട്. ക്രെയിൻ സർവീസുകൾ ദൈവരാജ്യ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പറഞ്ഞു ഇതിനകത്തേക്ക് ഒരേ ഒരു വാതിലേ ഉള്ളൂ. ഈ 3 സൈഡും ക്ലോസ്ഡ് ആണ്. ഒരു സൈഡിലൂടെയാണ് വാതിലകത്തേക്ക്. അപ്പോൾ സുവിശേഷം എന്ന ഒറ്റയൊരു വാതിലിനെയാണത് കാണിക്കുന്നത്, അതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ ക്രെയിൻ സർവീസുള്ള കമ്പനികൾ, വലിയ ക്രെയിൻ സർവീസുകളാണ് അവരുടേത്. അങ്ങനത്തെ ക്രെയിൻ സർവീസുള്ള ഒത്തിരി കൂട്ടരുണ്ട്. അവരെയാണ് നമ്മൾ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ചില സഹോദരങ്ങൾക്ക്, വിശേഷാൽ ചില ശുശ്രൂഷകർക്ക് തന്നെ കൺഫ്യൂഷനുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന്. പക്ഷെ പലർക്കും ക്ലിക്കായിട്ടില്ലെന്നുള്ള സത്യം ഈ നാളുകളിൽ ഞാനും അറിയുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് അതൊന്ന് വിശദീകരിക്കണം, കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട്. ഇപ്പോൾ തുടക്കത്തിൽ വേണ്ട. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എഫേസ് ലേഖനം മുൻനിർത്തി, തെസ്സലോനിക്ക ലേഖനം മുൻനിർത്തി, ഈ ലേഖനങ്ങളൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ സംസാരിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം അനുവദിക്കും. ഇതെല്ലാം അനുവദിക്കുന്നതിൻ്റെ നടുവിലും മറ്റൊരു വാക്യം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. അതായത് ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഞാൻ എൻ്റെ പണി നടത്തും, അതേസമയം പാതാള ഗോപുരങ്ങൾ അതതിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അത് തടസ്സവാദങ്ങൾ ഉന്നയിക്കും, ന്യായമായിട്ടും തടസ്സവാദങ്ങൾ ഉന്നയിക്കും. ഈ പാതാള ഗോപുരങ്ങൾ എന്നൊക്കെ പറയുന്നതിന് നമ്മൾ മുന്നമേ ഒരു മെസ്സേജിൽ, അതായത് യെരുശലേമിൻ്റെ മതിലിൻ്റെ ചുറ്റുമുള്ള 12 വാതിലുകളെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു പോയ കൂട്ടത്തിൽ ഈ വാതിലിൻ്റെ പ്രത്യേകത, ഗേറ്റിൻ്റെ പ്രത്യേകത, പാതാള ഗോപുരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പുരാതന കാലത്ത് അതിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് അതൊന്നും പറയാൻ പോവുകയല്ല, അതൊന്ന് ഓർമ്മിപ്പിച്ചതാണ് നിങ്ങളെ. അപ്പോൾ അങ്ങനെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാനൊന്നും കഴിയില്ലെങ്കിലും അത്യാവശ്യം തടസ്സവാദങ്ങളൊക്കെ ഇടാൻ കഴിയും.
അത്യാവശ്യം തടസ്സവാദങ്ങളൊക്കെ ഇടാൻ കഴിയും. ഈ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, സാത്താൻ ഞങ്ങളെ തടുത്തു കളഞ്ഞെന്നൊക്കെ. ചില സമയത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ചില സമയത്തൊക്കെ അങ്ങനെ നടക്കും. ആത്യന്തികമായ ജയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജനത്തിനാണ്, അല്ലെങ്കിൽ അവിടുത്തെ അഭിഷിക്തന്മാർക്കാണ്. പക്ഷെ തടസ്സവാദങ്ങൾ ഉന്നയിക്കാൻ അവന് കഴിയും. ചില പരിക്കുകളൊക്കെ ഇടുവാനായിട്ട്. യുദ്ധമല്ലേ, യുദ്ധക്കളമല്ലേ, യുദ്ധക്കളത്തിൽ പരിക്കുകളുണ്ടാകും, മുറിവുകളുണ്ടാകും, അതൊക്കെ അവന് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ആത്യന്തിക ജയം തൻ്റെ ജനത്തിനാണ്. കർത്താവിൻ്റെ ജയം തൻ്റെ ജനത്തിൻ്റെ ജയവും കൂടെയാണ്. അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞാൽ ആ പണി ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വാക്യമൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ആട്ടിൻകൊമ്പ് കൊണ്ട് യെരിഹോ മതിൽ മറിക്കാൻ നോക്കുന്നതും, മോശയുടെ വടിയെന്നൊക്കെ പറഞ്ഞ് ചില വടിയൊക്കെ കൊണ്ടുവന്ന ആളുകൾ തല്ലി ഒടിക്കുന്നതും, അങ്ങനെ പല കാര്യങ്ങൾ. വലിയ തടിമാടന്മാരായ ആളുകൾ മറിഞ്ഞു വീഴുന്നത് മറ്റ് ചെറിയ ആളുകളുടെ മേത്തേക്ക്. അതൊക്കെ അവരൊക്കെ എന്തായെന്ന് നമുക്ക് പോലും അറിയില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനിടയ്ക്ക് നടന്നു. എത്രയോ സഹോദരിമാർ ഇതിനിടയ്ക്ക് ഛർദ്ദിച്ചു, സഹോദരന്മാർ ഛർദ്ദിച്ചു. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഉലകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ പടപടാന്ന് വീഴുന്നു. ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഭൂമി പൊടുപട പൊട്ടുന്നു, കിറുകിറ കീറുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാളുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പടപടാന്ന് വീഴുന്നവർ കുറച്ച് നേരം ചത്ത പോലെ ഇങ്ങനെ കിടക്കുന്നു. ആളുകൾ തുണിയിട്ട് മൂടുന്നു. മൊത്തത്തിൽ മൂടുന്നില്ല, തല മൂടുന്നില്ല, ബാക്കി മൂടും. അപ്പോൾ അങ്ങനെ പിന്നെ എഴുന്നേറ്റ് വരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീഴുന്നു. നിരന്തരമായ വീഴ്ചകൾ. അതായത് സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ, യെരൂശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ നിരന്തര ഹോമയാഗമുണ്ട്. കണ്ടിന്യൂവൽ ബേൺ സാക്രിഫൈസ് എന്ന് പറയുന്നൊരു കാര്യപരിപാടി ഉണ്ടായിരുന്നു. ഏകദേശം 1400 ചില്ലുവാനും വർഷം അവരത് നടത്തി. പിന്നെ അത് അടച്ചുപൂട്ടി. പക്ഷേ ഇവരങ്ങനെയല്ല. ഇത് കണ്ടിന്യൂവൽ വീഴ്ചകൾ വീണുകൊണ്ടിരിക്കുന്നു, പിന്നെ എഴുന്നേറ്റ് വരുന്നു, പിന്നെ വീണുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് വീഴുന്ന സ്ഥലമുള്ളത്, ആരാ വീഴ്ത്തുന്നതെന്ന് അന്വേഷിച്ച് ഈ തവണ ബോസ്റ്റൺ പട്ടണത്തിലാണെങ്കിൽ അടുത്ത തവണ ലോസ് ആഞ്ചലസിലായിരിക്കും, പിന്നത്തെ തവണ ടെക്സസിലായിരിക്കും. എവിടെയാണോ വീഴേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളതാണ് അത്ഭുതം. വീഴ്ചക്കാർക്കുള്ള നോട്ടിഫിക്കേഷൻ അതിന് ഒരു തടസ്സവും വരാറില്ല. അത് ഒരു സാത്താനും തടയാറില്ല, ഒന്നുമില്ല. നോട്ടിഫിക്കേഷൻസൊക്കെ സുഗമമായി വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾ പോകുന്നു, വരുന്നു, വീഴുന്നു. സഹോദരങ്ങളെ, ചുമ്മാ തമാശ പറയാനും നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. ഇതൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഇടയ്ക്കും ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പണി നടന്നുകൊണ്ടിരിക്കുക. ചുമ്മയല്ല പത്രോസ് 2 ലേഖനമൊക്കെ എഴുതിയത്. നേരം പോക്കിന് എഴുതിയതെന്നാണോ വിചാരിച്ചത്? ആണോ? നേരം പോക്കിന് എഴുതിയ ലേഖനം അല്ലാതൊന്നും. 1-ാമത്തെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് പരിശോധനയുടെ കാര്യം. പിന്നെ മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട് ജഡത്തിൻ്റെ മോഹങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒടുക്കം ലേഖനം 1-ാമത്തെ ലേഖനം പൂർത്തീകരിക്കുമ്പോൾ പറയാണ്, അഗ്നിചോദനയെങ്കിൽ അപൂർവ കാര്യം വന്നുകൂടിയെന്ന് വെച്ച് ഭയപ്പെടരുത്, അതിശയിച്ചു പോകരുത്. ഇതെല്ലാം വരും, സകല കാര്യങ്ങളും അനുവദിക്കും. എന്നിട്ട് പറയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും സന്തോഷിക്കണം. കാരണം മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അത് ഭയങ്കര വാക്കാ കേട്ടോ. ആവസിക്കുക എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. റെസ്റ്റ് എന്നുള്ളൊരു ഇംഗ്ലീഷ് വാക്കാണ് വരുന്നത്. ആവസിക്കുന്നുവല്ലോ. അതിന് അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങൾ അന്വേഷിക്കുക, കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. അതൊക്കെ കഴിഞ്ഞ് 2-ാമത്തെ ലേഖനം തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? ദിവ്യമായ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കുവാൻ വിളിക്കപ്പെട്ടെന്നാണ്. അതുമാത്രമാണോ? അതായത് തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും വിളിച്ചിരിക്കുന്നു. മാത്രമല്ല ആ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിത്തം വഹിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. അതുമാത്രമല്ല 1-2 ലേഖനങ്ങളിലൊക്കെ നോക്കുമ്പോൾ ആ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ആളുകൾ വീഴുന്നു, മറിയുന്നു, തലകുത്തി നിൽക്കുന്നു. അതൊക്കെ സംഭവിക്കുന്നതിനിടയിലും ഒരു ചെറിയ കൂട്ടം ആൾക്കാർ വേറിട്ടിരുന്നു കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാൻ വിളിക്കപ്പെട്ടതാകട്ടോ എന്ന്. മുഴുവൻ മെസ്സേജ് ഓർത്തിരിക്കണമെന്നില്ല കേട്ടോ. 1.5 മണിക്കൂർ പാസ്റ്റർ പറഞ്ഞതെല്ലാം ഒന്നും ഓർത്തിരിക്കേണ്ട. ഒരൊറ്റ ലൈൻ അതങ്ങ് ഓർത്തിരിക്കട്ടെ. അതങ്ങ് അകത്ത് ഇരുമ്പെഴുത്താണി കൊണ്ടങ്ങ് എഴുതട്ടെ. എന്താ പറഞ്ഞത്? ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകുവാൻ, ഡിവൈൻ ക്യാരക്ടറിന് പാർട്ടേക്കേഴ്സ് ആകുവാൻ വിളിക്കപ്പെട്ടെന്ന്. ചുമ്മാ ഒരു വിളിയല്ല. ഇവിടെ കോടീശ്വരനാകാനോ, ഇവിടെ ധനാഢ്യനാകാനോ, ഇവിടെ അംബാനിയോട് കോടി ചോദിക്കാന്ന് പറഞ്ഞാൽ അംബാനിയോട് ആരടാ എന്ന് ചോദിക്കാനൊന്നും അല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങേരുടെ തൊഴിൽ ചെയ്ത് ജീവിച്ചു പോട്ടെ. നമുക്ക് അംബാനിയോടോ അദാനിയോടോ ഒന്നും ഒരു മത്സരമില്ല സഹോദരങ്ങളെ. അവരുടെ ട്രാക്ക് വേറെ, നമ്മുടെ ട്രാക്ക് വേറെ. രണ്ടും 2 ട്രാക്കാണ്.
ഒന്ന് നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സൗത്ത് പോൾ എന്ന് പറയേണ്ടി വരും. അതൊക്കെ രണ്ടും രണ്ട് എൻഡിൽ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ വ്യത്യസ്തമാണ്. അങ്ങനെ അതൊക്കെ ഉറപ്പാക്കി കഴിഞ്ഞാൽ നാം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിക്കും. അങ്ങനെയാണ് നാം നമ്മുടെ കർത്താവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ വേറെ ഒന്നും അന്വേഷിക്കാനില്ല. നമ്മളെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമാണ് അന്വേഷിക്കാൻ പറഞ്ഞത്, രാജ്യവും നീതിയും. അതൊന്നുകൂടെ ചുരുക്കി പറഞ്ഞാലോ, ദൈവരാജ്യം എന്തെന്ന് ഗ്രഹിക്കുക, അതിൻ്റെ പ്രിൻസിപ്പൽ മനസ്സിലാക്കുക, എന്നിട്ടങ്ങ് അടിയറ പറഞ്ഞേക്കുക. അത്രയേ ഉള്ളൂ. മുമ്പേ രാജ്യവും നീതി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തെളിഞ്ഞു വരുന്ന ഒരു ബലിപീഠമുണ്ട്, കത്തുന്നൊരു ബലിപീഠം. അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂശ് ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുകയാണ്. അത് സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. നമ്മെ വെൽക്കം ചെയ്യുന്നത് എങ്ങോട്ടാ? സമർപ്പണത്തിലേക്കാണ്. ആ സമർപ്പണാനുഭവത്തിൽ നമ്മൾ അങ്ങ് വരെ പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനത്തെ പ്രതിസന്ധികളും എല്ലാം, കാറ്റുകളും കോളുകളും അലമാലകളും തിരമാലകളും ഒക്കെ അടിക്കുമ്പോൾ പലരും പാനിക്കായി പോകുന്നുണ്ട്. അയ്യോ, സഭയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? അയ്യോ, അവിടെ അങ്ങനെയൊക്കെയാണോ? പെന്തിക്കോസുകാർക്ക് എന്തു പറ്റി? പലരും ചോദിക്കുന്ന അങ്ങനെ സംഭവിച്ചോ, ഇങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ. ഇതൊക്കെ സംഭവിക്കും സഹോദരങ്ങളെ, ഇതെല്ലാം ചുറ്റും സംഭവിക്കും. അതിൻ്റെ നടുവിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുക. മണവാട്ടിക്കുള്ള വിശേഷപ്പെട്ട വസ്ത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര പേരതൊക്കെ ആത്മാവിൽ കാണുന്നുണ്ട്? നമ്മൾ പറയാറില്ലേ, എത്ര സമയത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ചിലർക്കൊക്കെ ബോറടിച്ചിട്ടുണ്ട്. പിന്നെയും നാണം കെട്ട് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകണമെന്നുള്ളത് എത്ര ആവർത്തി പറഞ്ഞാലും മതിയാവില്ല. കാരണം പിന്നെയും വിശുദ്ധന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മെ സംബന്ധിച്ചൊരു പ്രതിസന്ധി ഉള്ളത് എന്തെന്ന് ചോദിച്ചാൽ, അതായത് മറവി എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അതെന്തോ ഒരു ചിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ കാര്യവും എപ്പോഴും ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അപകടമല്ലേ. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു പോകും. അപ്പോൾ അതൊരു സമയം വരെയാണ് ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ഫോണിലും മറ്റുമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും, അത് കഴിയുമ്പോൾ അത് തനിയെ പോകും എന്ന് പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും. അത് നല്ലതാണ്, അതൊരു അനുഗ്രഹമാണ്. പക്ഷേ ആത്മീയ കാര്യങ്ങളും അതുപോലെ തന്നെ ചിലപ്പോൾ കാറ്റത്ത് പോകും. അതുകൊണ്ട് ദൈവദാസന്മാർ പിന്നെയും ഈ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തണം. അത് യുക്തമെന്നാണ് പത്രോസ് പറയുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുമെന്നാണ് പറയുന്നത്. പിന്നെയും അത് പത്രോസും പറയുന്നുണ്ട്, പൗലോസും പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിച്ച് ഉണർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സൂചനയും കൂടെ നിങ്ങളുടെ മുമ്പാകെ എനിക്ക് വെക്കാനുള്ളത്, ക്രിസ്തീയ സഭയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ചുറ്റും കാണുന്ന ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ, ഉപദേശ പെശകുകൾ, അതുപോലെ പല കുഴപ്പങ്ങൾ, വ്യാജന്മാരുടെ ഒരു വിളയാട്ടം, അങ്ങനെയൊക്കെ പറയാം. അതൊക്കെ ഒരു നല്ല മലയാളമാണ്, ഒരു വിളയാട്ടം. അങ്ങനത്തെ വിളയാട്ടങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതേണ്ട് ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ച പോലെയാണ് പലരും ചിന്തിക്കുന്നത്. പലരോടുമൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്നതൊക്കെ ഞാൻ ചില ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തെടുത്ത് അയവിറക്കുന്നതാണ്. അപ്പോൾ പലരും അത്ഭുതപ്പെട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച പറയാതെ പോയത്. അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായൊരു കാര്യം, ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രതിസന്ധികളുണ്ട്. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന ഉപദേശപ്പെശകുകളും നവീന പ്രവണതകളും ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ കുറേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പലതരം കാര്യങ്ങൾ. ആ സമയത്ത് ഇങ്ങനെ ആഞ്ഞടിച്ച ഒത്തിരി കാര്യങ്ങൾ. അയ്യോ, ഏരിയനിസം, പെലാജിയനിസം, നോസ്റ്റിസിസം, ഡൊസൈറ്റിസിസം, മുണ്ടാനിസം എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ആ ഒരു 3 നൂറ്റാണ്ടിൽ നമുക്ക് കൂട്ടാം. ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ കാലയളവിൽ 1-2 കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാം. അതായത് ധനനായ പൗലോസ് ലീഗ തൻ്റെ 1-ാമത്തെ മിഷൻ യാത്ര ആരംഭിക്കുകയാണ്. 1-ാമത്തെ മിഷൻ യാത്ര അത് നമുക്കറിയാവുന്ന പോലെ തന്നെ
ഗലാത്യ പ്രൊവിൻസിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഗലാത്തിയിൽ പോയി താൻ ഏതാണ്ട് 2-ലധികം വർഷങ്ങൾ അവിടെ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് ജനത്തെ വിശ്വാസ വഴിയിൽ കൊണ്ടുവന്ന് സഭകൾ സ്ഥാപിതമായി. അവിടെ പല സഭകളും സ്ഥാപിതമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് താൻ അവിടെ നിന്ന് മടങ്ങി വരികയാണ് അന്ത്യോക്യയിലേക്ക്. താൻ അന്ത്യോക്യയിൽ നിന്നാണല്ലോ യാത്ര തിരിച്ചത്. അങ്ങനെ അന്ത്യോക്യയിലേക്ക് മടങ്ങി വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, ആ യാത്രയൊക്കെ കഴിഞ്ഞ് ഒന്ന് നടു നിവർത്താൻ പാകത്തിന് ഇങ്ങനെയൊന്ന് ചെരിഞ്ഞ് കിടന്നുള്ളൂ ആ ചാരുകെട്ടലിൽ. ആ ചാരുകസേരയിലേക്ക് പൗലോസ് ഒന്ന് ചെരിഞ്ഞ് കിടന്നുള്ളൂ. അപ്പോഴേക്കും പൗലോസ് വിവരം അറിഞ്ഞു, നുഴഞ്ഞു കയറ്റക്കാർ അവിടെ വന്നിരിക്കുന്നു. എവിടെന്നാ? യെരുശലേമിൽ നിന്ന്. വേറെ എവിടെന്നെങ്കിലും വന്നതെങ്കിലും നമുക്ക് പറഞ്ഞു നിൽക്കാം. ഇത് യെരുശലേമിൽ നിന്നൊക്കെ വരുമ്പോൾ പറയാൻ ഇച്ചിരി പാടാണ്. കാരണം അവിടെ ഒത്തിരി പാരമ്പര്യങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അതോറിറ്റി ഞങ്ങളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുമായിട്ട് സാമ്യം തോന്നുന്നത് പോലെ ആയിരിക്കും അവർ പ്രൈസ് ലോഡ് എന്ന് പറയുമ്പോൾ കൃത്യം പ്രൈസ് ലോഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അയ്യോ, ഇനി ഇത് അങ്ങനെ തരംതിരിച്ചെങ്ങനെ നോക്കും? എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. ആകപ്പാടുകൂടി വേറൊരു സ്ഥലത്ത് നിന്നാണ് വന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഇതെല്ലാം തല്ലിപ്പൊളി ടീംസാണ്, ശരിയല്ല കേട്ടോ എന്നൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല. യെരുശലേമിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്. ആ കാറ്റും മണമൊക്കെ അടിച്ചിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ ആളുകൾ എന്ന്. അത് ഈ ഗലാത്യയിലുള്ള പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു? അങ്ങ് വിശ്വസിച്ച് കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് പൗലോസ് ഒരു ചെറിയ കിരീടം കൊടുത്തായിരുന്നു. പിന്നീട് മന്ദബുദ്ധികളെ എന്നൊക്കെ വിളിക്കേണ്ടി വന്നു. അങ്ങനെ പൗലോസ് തിരിച്ച് അന്ത്യോക്യയിൽ വന്ന സമയത്ത് തന്നെ, അതായത് ഒന്നാം മിഷൻ യാത്ര കഴിഞ്ഞ് അത് പൂർത്തീകരിച്ച് അന്ത്യോക്യയിൽ തിരിച്ചെത്തി. തദനന്തരം കേൾക്കുന്ന കാര്യങ്ങളാണിത്. ഏതൊരു സങ്കടമായിരിക്കും. അപ്പോൾ ആ തുടക്ക സമയത്ത് തന്നെ പ്രതിസന്ധി ഇങ്ങനെ ഉരുണ്ടുകൂടുകയാണ്. നമ്മൾ പറയില്ലേ, കാർമേഘം ഉരുണ്ടുരുണ്ട് കൂടുക എന്നൊക്കെ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ വസ്തുതകൾ പഠിക്കാനായിട്ട് ഗലാത്യ ലേഖനം തുറന്നു നോക്കാം. അല്ലെ, ആ പാസ്റ്ററോട് ചോദിക്കാം, ഈ പാസ്റ്ററോട് ചോദിക്കാം, അല്ലെങ്കിൽ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പലിനോട് ചോദിക്കാം, ഡോക്ടറിനോട് ചോദിക്കാം, ആരോടെങ്കിലൂടെയൊക്കെ ചോദിക്കാം. പൗലോസിന് ഇതാരുമില്ല ചോദിക്കാൻ. ആരോടാ ചോദിക്കുന്നത്? ഗലാത്യയിൽ വേറെ ഒരു മുൻഗാമികളോ വേറെ ഏതെങ്കിലും ക്രിസ്ത്യാനികളല്ലോ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ താനാണ് തുടക്കക്കാരൻ. ലീഡർ എന്നുള്ള നിലയിൽ മുൻപിൽ നിന്ന് നയിക്കുകയാണ്. ആ നയിക്കുന്ന മനുഷ്യൻ നേരിട്ട പ്രതിസന്ധികളാണ് ഞാനീ പറയുന്നത്. ഒന്നാമത്തെ മിഷൻ യാത്ര പൂർത്തീകരിച്ച് തിരിച്ചെത്തി അല്പസമയം കഴിയുമ്പോൾ വിവരം അറിയുകയാണ് ഇന്നതുപോലെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. പ്രതിസന്ധി. രണ്ടാമത്തെ പ്രതിസന്ധി പറയാം. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് രണ്ടാം മിഷൻ യാത്ര. നമ്മൾ മിഷൻ യാത്രയിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണല്ലോ. അതങ്ങനെ നേരെ യൂറോപ്പിലേക്കാണ് വന്നത്. ആ യാത്ര ആരംഭിക്കുന്ന ഫിലിപ്പിയിൽ നിന്നാണ്. അത് ഏതാണ്ട് പര്യവസാനിക്കുന്ന കൊരിന്തിൽ വന്നാണ്. ദീർഘമായൊരു യാത്രയാണ്. അതിൽ കൊരിന്തിൽ തന്നെ 1 ആണ്ടും 6 മാസവും അവിടെ ഈസ്തോസിൻ്റെ ഭവനവുമായി ബന്ധപ്പെട്ട് നിന്നത് നമുക്കറിയാം. അങ്ങനെ ഗംഭീരമായ ശുശ്രൂഷകൾ. തെസ്സലോനിക്കയിൽ സഭ സ്ഥാപിക്കപ്പെടുന്നു. ബറോവയിൽ ഉത്തമന്മാരായവരുടെ നാടാണ്. അങ്ങനെ സഭകൾ സ്ഥാപിക്കപ്പെടുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് കൊരിന്തിൽ വരുന്നു. കൊരിന്തിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെച്ചില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചു. വിശ്വാസ വഴികൾ നല്ല നിലയിൽ തുറന്നു കൊടുത്തു. അങ്ങനെ അനേകർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചു. എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പൗലോസ് അവിടുത്തെ ആ യാത്രയൊക്കെ അവസാനിപ്പിച്ച് രണ്ടാം മിഷൻ യാത്ര പൂർത്തീകരിച്ച് താൻ തിരിച്ച് അന്ത്യോക്യയിലേക്ക് വരുന്നു. അങ്ങനെ അന്ത്യോക്യയിൽ വന്ന് അല്പസമയം, ഒത്തിരി സമയമൊന്നും താൻ അങ്ങനെ അന്ത്യോക്യയിൽ ഇരിക്കുന്നില്ല. തനിക്ക് പിന്നെയും ഈ മനുഷ്യരെ കാണാനുള്ള ഒരു ആഗ്രഹവും ഒരു വെപ്രാളവും ഒരു ഉള്ളിൽ കിടന്നൊരു കത്തലല്ലേ. അങ്ങനെ അവരെ കാണാൻ വേണ്ടിയിട്ട് പിന്നെയും യാത്ര തിരിക്കുകയാണ്. 3-ാം മിഷൻ യാത്ര ആരംഭിക്കുകയാണ്. ആ 3-ാം മിഷൻ യാത്രയിലാണ് താൻ കൊരിന്ത് ലേഖനം എഴുതുന്നത്. 3-ാം മിഷൻ യാത്രയിലാണ് കൊരിന്ത് ലേഖനം എഴുതുന്നത്. ഒന്നാമത്തെ ലേഖനത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. ആ പ്രതിസന്ധിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് അവിടെ ചില നടപ്പ് ദോഷത്തോടുള്ള ബന്ധത്തിലൊക്കെയാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്. രണ്ടാം മിഷൻ യാത്രയിൽ സ്ഥാപിതമായ സഭകളാണ് അവിടെയുള്ള സഭകൾ, വിശേഷാൽ കൊരിന്തിലെ സഭയൊക്കെ. ഏറ്റവും കൂടുതൽ സമയം അവിടെയാണ് ചിലവഴിച്ചത്. വലിയ അധ്വാനം അവിടെ അധ്വാനിച്ചിട്ടുണ്ട്. തൻ്റെ കണ്ണുനീരും വയർപ്പും ഒക്കെ അവിടെ വീണിട്ടുണ്ട്. ആ കൊരിന്തിലിരുന്നു കൊണ്ട് താൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, അല്ലേ? അത് അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായിട്ടുണ്ട്. ഈ പട്ടണം വിട്ട് പോകാനായിട്ട് താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും കൃത്യമായ അറിയിപ്പ് കൊടുക്കുകയാണ്, ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ജനമുണ്ട്, പൗലോസെ ഇവിടം വിട്ട് പോകാൻ പാടില്ല. അങ്ങനെയാണ് ദൈവദാസന്മാരൊക്കെ ചില സമയങ്ങളിലൊക്കെ നിരാശപ്പെടുന്നതല്ല.
ഇവിടെ തനിക്ക് റോളില്ല എന്നൊരു ചിന്ത വരും ചിലപ്പോൾ. നിരാശ കൊണ്ടൊന്നുമല്ല, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ച് കളയും. അങ്ങനെ ചിന്തിച്ച് കളയും. പണ്ട് ഞാനും ഈ രതീഷും തമ്മിൽ ചില കോൺവെർസേഷൻസൊക്കെ നടത്തിയിട്ടുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴല്ല, അതായത് ഒരു 5-8 കൊല്ലം പുറകിലത്തെ കാര്യമാണ്. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഓഡിയോ മെസ്സേജുകൾ റെക്കോർഡ് ചെയ്യും. ഓഡിയോ മെസ്സേജുകൾ അന്നത്തെ ഒരു സിസ്റ്റം അതൊക്കെയാണ്. വീഡിയോ മെസ്സേജുകൾ അങ്ങനെ ഒന്നും നമ്മൾ കൈകാര്യം ചെയ്യാറില്ല, എല്ലാം ഓഡിയോ മെസ്സേജുകളാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്ത സ്നേഹിതരായ ആളുകൾക്കൊക്കെ ഇങ്ങനെ കുറേ പേർക്കൊക്കെ കൊടുക്കും. കാര്യമായ വലിയ റിസൾട്ടുകളൊന്നും കാണുന്നില്ല എന്ന ഒരു ചിന്ത എന്നെ ഭരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യണം, അത് പിന്നെ എഡിറ്റ് ചെയ്യണം, ഇത് പിന്നെ അയച്ചു കൊടുക്കണം, ഇതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇതിനകത്തൊക്കെ ഒരു അധ്വാനമില്ലേ? അപ്പോൾ ഈ വലിയ പ്രയോജനമൊന്നുമില്ലാത്ത, അത് മനുഷ്യരത് ഗുണകരമാകുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ വന്നപ്പോൾ ഞാനതങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് രതീഷ് ആദ്യമായിട്ട് എന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് കേട്ടിട്ടാണ് രതീഷ് എന്നെ അന്വേഷിച്ചൊരു 6 മാസം നടന്നു. ചോദിക്കുന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല, ഇങ്ങനൊരു പുള്ളിക്കാരൻ ഉലകത്തിലുണ്ടോയെന്ന് അവർ ചോദിക്കുന്നത്. ഞങ്ങളങ്ങ് കേട്ടിട്ട് പോലും ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ നടന്ന് അവസാനം രതീഷ് ഏതോ യൂട്യൂബിൻ്റെ മൂലക്കേന്ന് എന്നെ കണ്ടുപിടിച്ചു. പിന്നത്തേതിൽ സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത് വന്നപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചേ, അല്ല അപ്പം ഞാൻ ഈ പരിപാടി നിർത്താൻ പ്ലാൻ ചെയ്തതാണല്ലോ. നിർത്തിയാർന്ന് ഇങ്ങനെ ഒരു പുള്ളീനെ കാണാൻ പറ്റുമോ? ഈ ഒരു പുള്ളിയല്ല, ഇതുപോലെ വേറെ കുറേ പുള്ളികളുണ്ട് എനിക്ക്. ഈ ഒരു പുള്ളിയല്ല, വേറെ കുറേ പുള്ളികളുണ്ട് ഇതുപോലെ. അപ്പോൾ ആ വാക്യം ഒന്ന് വായിക്കാം കേട്ടോ. അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 18 വേഴ്സ് 9 and 10. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ ഒരു ചെറിയ ഭയപ്പാടൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം പ്രതിസന്ധികളൊക്കെ വന്നതിൻ്റെ പേരിൽ പൗലോസിൻ്റെ ചിന്താമണ്ഡലത്തിൽ ആ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നീ പ്രസംഗിക്കുക, അടങ്ങിയിരിക്കരുത്, അതായത് മിണ്ടാതിരിക്കരുത്, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. റിസൾട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന്. നീ വേറെ കാര്യത്തിലൊന്നും തല പോകേണ്ട, റിസൾട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. നിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുക, എൻ്റെ നാവായിരിക്കുക. ഈ പട്ടണത്തിൽ എനിക്ക് ജനമുണ്ട്. വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിൻ്റെ കല്ലുകൾ ഈ കൊരിന്ത് പട്ടണത്തിലുണ്ട്. ഇപ്പം അതൊക്കെ കുരുത്തം കെട്ട കല്ലുകളായിട്ട് കിടക്കുകയായിരിക്കാം, അതൊന്നും സാരമാക്കണ്ട. അല്ലെങ്കിൽ ആ കുരുത്തം കെട്ട കല്ലുകളെന്ന് പറയുന്ന കല്ലുകളെയൊക്കെ പരുവപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന തേജസ്സിൻ്റെ സുവിശേഷമല്ലേ പൗലോസ് പ്രസംഗിക്കുന്നത്? ശക്തിമത്തായ സുവിശേഷമല്ലേ പ്രസംഗിക്കുന്നത്? ആ സുവിശേഷത്തിൻ്റെ ശക്തി കൊരിന്തിലെ ജനത്തെ ഇളക്കും. സമയമാകട്ടെ, തിരക്ക് കൂട്ടണ്ട. ഏലിയാവിൻ്റെ ചരിത്രം പൗലോസിന് അറിയാൻ മേലെ. ഏലിയാവിൻ്റെ ചരിത്രം നമുക്ക് ഏലിയാവിൻ്റെ ചരിത്രം നമ്മുടെ ആളുകൾക്ക് വേണ്ട വിധത്തിൽ അറിയില്ലെങ്കിൽ പോലും പൗലോസിന് നന്നായിട്ട് അറിയാം. കാരണം ഗിലെയാദിലെ തിശ്ബിയിൽ ദീർഘകാലം ദൈവമുഖം അന്വേഷിച്ച് നടന്നൊരു മനുഷ്യൻ, അവനെ ഒരു സമയമായപ്പോൾ അഹാബിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഗംഭീരമായൊരു ശുശ്രൂഷ അവിടെ പൂർത്തീകരിച്ചു. ഒത്തിരി സമയമൊന്നും ഉണ്ടായില്ല. പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ നേരെ പോകുന്നത് കെരീത്തിലേക്കാണ്. കെരീത്തിൽ കുറേയധികം ദിവസങ്ങൾ, സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. കുറേയധികം സമയങ്ങൾ. കെരീത്തിൽ നിന്ന് പിന്നീട് സറൈഫാത്തിലേക്ക് വരുന്നു. സറൈഫാത്തിലും കുറേ സമയങ്ങൾ. അപ്പോൾ തിശ്ബിയിൽ നിന്ന് പിന്നെ അഹാബിൻ്റെ കൊട്ടാരത്തിൽ, അവിടെ നിന്ന് കെരീത്തിലേക്ക്, കെരീത്തിൽ നിന്ന് സറൈഫാത്തിലേക്ക്, പിന്നീട് താനെ വരുന്നത് എങ്ങോട്ടാ? കർമ്മേലിലേക്ക്. കർമ്മേലിൽ ഒറ്റ ദിവസത്തെ ഡ്യൂട്ടിയേ ഉള്ളൂ. ആ ഒറ്റ ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദീർഘസമയം ഈ ദൈവദാസനെ ഒരുക്കിക്കൊണ്ടിരുന്നത്. ദൈവമക്കൾ മനസ്സിലാക്കണം കേട്ടോ. ആ ഒറ്റ ദിവസത്തെ ഗംഭീര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏലിയാവിന് ദീർഘമായ നാളുകൾ അങ്ങനെ പദം വരുത്തുകയായിരുന്നു. അവിടെ കർമ്മേലിൽ ജ്വലിച്ചു നിൽക്കാൻ പാകത്തിന് ഒരുക്കിയെടുക്കുകയായിരുന്നു ഏലിയാവിന്. അല്ലാതെ പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങാണ്ടെന്ന് ഒരു കറുത്ത തൊപ്പിയെടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചു. അതിൻ്റെ ഒരു 3-4 വള്ളി ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടന്നു. ഒരു കടവാവലിൻ്റെ പോലത്തെ ഒരു കറുത്ത കോട്ട് കൊടുത്ത് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം ഇങ്ങനെ ഒരു ട്യൂബ് പോലെ, ഒരു കുംഭം പോലെ ഇരിക്കുന്ന ഒരു സാധനത്തിനകത്ത് വെച്ചേക്കൊരു സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റുമായിട്ടൊന്നും കർമ്മേലിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. അവിടെ തീയും വരില്ല, ഒരു പുകയും വരില്ല, ഒന്നും വരില്ല.
ഇത് ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ നടത്തുകയാണ്. അങ്ങനെ ഈ ദൈവദാസനെ ഒരുക്കുകയാണ്. അതിനകത്തൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരുക്കി അവനെ കർമ്മേലിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ഇസ്രായേൽ ജനത്തിന് മേൽ വരേണ്ട ദൈവിക ന്യായവിധി താൻ മധ്യസ്ഥനായി നിന്നുകൊണ്ട് മധ്യസ്ഥയണച്ചുകൊണ്ട് ഒരു ബലിപീഠം സൃഷ്ടിക്കുകയായിരുന്നല്ലോ. ആ ബലിപീഠത്തിലേക്കാണ് ന്യായവിധി വന്നു വീണത്. അപ്പോൾ അങ്ങനെ ആ ജനത്തിന് വേണ്ടിയിട്ട്, ഇസ്രായേലിന് വേണ്ടിയിട്ട് ദൈവം അവനെ ഒരുക്കിക്കൊണ്ടിരുന്നു. അതായിരുന്നു ഒരു 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 ഗൗരവമായ കാര്യം. ഇവിടെ നമ്മൾ എന്താ കണ്ടത്? പൗലോസിനോട് പറയാം, മിണ്ടാതിരിക്കരുത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, കൊരിന്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, റിസൾട്ടൊക്കെ വന്നുകൊള്ളും, അതൊക്കെ വന്നുകൊള്ളും. അപ്പോൾ നമ്മളും ഇതുപോലെ ഈ സംവിധാനത്തിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഓരിയിടുന്നൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, എന്തെല്ലാം രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാമോ? വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ, വെറുതെ സമയം മെനക്കെടുത്തുകയല്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളൊക്കെ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും അങ്ങനെ അധികം ഗൗനിച്ചില്ല, വകവെച്ചില്ല, പറഞ്ഞുകൊണ്ടിരുന്നു, നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഇന്നും ഞാൻ വളരെ സീനിയറായിട്ടുള്ള, അതായത് സീനിയർ സിറ്റിസൺസ്, പ്രായമുള്ള മുതിർന്നവരായ പലരുമായിട്ട്, അതായത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പറഞ്ഞ മെസ്സേജുകൾ കേട്ട പലരും ഇങ്ങനെ വിളിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് നമ്മൾ സംസാരിച്ചതുകൊണ്ടും പ്രസംഗിച്ചതുകൊണ്ടുമാണ്. മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ അവരാരും കേൾക്കില്ല, അവരാരും വിളിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, രണ്ടാം മിഷൻ യാത്രയിൽ കടന്നു വന്ന് വളരെ കഷ്ടങ്ങൾ സഹിച്ച് സ്ഥാപിച്ച ഒരു കൂട്ടമാണ് കൊരിന്തിലെ സഭ. ഇപ്പോൾ ഈ കേട്ടതിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായ കാര്യമാണ് പറയാൻ പോകുന്നത്. എന്നാൽ ഈ കൊരിന്തിലും ആദ്യം പറഞ്ഞതുപോലെ നുഴഞ്ഞുകയറ്റക്കാർ വന്ന് കൊരിന്ത്യരുടെ മനസ്സ് സ്വാധീനമാക്കി, അവരെ വശത്താക്കി. അങ്ങനെ അവരെ വശത്താക്കിയിട്ട് അവർ കൊരിന്ത്യരോട് പറഞ്ഞു കൊടുക്കുകയാണ്, പൗലോസൊന്നും അങ്ങനെ വലിയ അപ്പസ്തോലനൊന്നും അല്ല, അയാൾ വെറും ജഡത്തിൽ നടക്കുന്നവനാണ്, വെറും ജഡികനാണെന്ന്. അപ്പോൾ അതിനെല്ലാം മറുപടി കൊടുക്കുകയാണ്. എല്ലാം പിന്നത്തേത് മറുപടി കൊടുക്കുകയല്ലേ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല എന്നൊക്കെ പിന്നത്തേതിൽ പറയുകയാണ് പൗലോസ്. അതുപോലെ കള്ളയപ്പോസ്തലന്മാരായി വന്നിരിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലായില്ലെന്നേ. അന്നും മനസ്സിലായില്ല, ഇന്നും മനസ്സിലായില്ല. ഇന്നും ആളുകൾ എന്നോട് ചോദിക്കുന്നത്, അയാൾ ഹല്ലേലൂയ പറയുന്നുണ്ടല്ലോ എന്നാ. ഇന്നും കൂടെ ഒത്തിരി പേര് പറയാനിടയായി. അതായത് ഇന്നലെ നമ്മളൊരു മെസ്സേജ് അപ്ലോഡ് ചെയ്തല്ലോ, അതിലേക്ക് ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളായ ആളുകൾ പറയുന്നത്, ഞങ്ങൾ ഹല്ലേലൂയ പറയുന്നുണ്ട്, ഞങ്ങൾ സ്തോത്രമൊക്കെ പറയുന്നുണ്ടെന്നാണ്. പലർക്കും വിവേചിക്കാൻ കഴിയുന്നില്ല പല കാര്യങ്ങളെ വിവേചിക്കാനോ വിശുദ്ധ തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ അപഗ്രഥിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത് കൊണ്ട് എല്ലാം ഒന്നാണെന്നാണ് പലരും ചിന്തിക്കുന്നത്. എല്ലാം അങ്ങ് സാമാന്യവൽക്കരിക്കുക എന്ന് പറയും. എല്ലാം ഒന്നാണെന്ന് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ കൊരിന്ത്യരെന്താ ചിന്തിക്കുന്നത്? ഈ വന്ന കള്ളന്മാരും കള്ളയപ്പോസ്തലന്മാരും ഒക്കെ കേമന്മാരാണെന്ന് അവരങ്ങ് ചിന്തിക്കുക. അപ്പോൾ പൗലോസിന് വ്യക്തമായി പറയേണ്ടി വന്നു, അപ്പോസ്തോലൻ്റെ ലക്ഷണം എന്നൊക്കെ പറയുന്നത് ഇന്നതുപോലെയാണെന്ന്. ചില പ്രശംസകളൊക്കെ അടക്കി വെക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ അവരോട് ചിലതൊക്കെ പറയേണ്ടി വരികയാണ്. താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, അല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ അനുഭവിച്ച ആ കഷ്ടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് കാണുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഇതുപോലത്തെ പല ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയും. താൻ അതുപോലെ കഷ്ടസഹിച്ച കാര്യങ്ങളൊക്കെയാണ് അവരോട് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ, താൻ ആരാണെന്നൊക്കെ അങ്ങ് പറയുകയാണ്. ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെയല്ലേ അവരെ പറഞ്ഞു കേൾപ്പിക്കുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ എന്നൊക്കെ ഒരുവന് പറയണമെന്നുണ്ടെങ്കിൽ അത് അധികാരത്തോടെയല്ലേ പറയുന്നത്, ചുമ്മാ പറയാൻ പറ്റുമോ? നോക്കണം, ഇത്രയും മഹത്തരമായൊരു ശുശ്രൂഷ ചെയ്ത അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിവാർഡുകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തെ അവർ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ്. കള്ള അപ്പോസ്തലനാണോ എന്ന് കൊരിന്ത്യർ ചിന്തിക്കുകയാണ്. ഇയാൾ വെറും ജഡികനാണോ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. കണ്ടവരുടെയൊക്കെ വർത്തമാനം കേട്ടതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോയത്. അപ്പോൾ അതിനെല്ലാം മറുപടി കൊടുക്കുകയാണ് പൗലോസ്. നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? രണ്ടാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ വന്ന് സ്ഥാപിച്ച ആ സ്ഥലങ്ങളിലൊക്കെ 500 കൊല്ലം കഴിഞ്ഞിട്ടല്ല ഈ പ്രതിസന്ധി ഉടലെടുത്തത്. വലിയ താമസമില്ലാതെയാണ് പ്രതിസന്ധികൾ ഉടലെടുക്കുന്നത്. ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുന്നത്, ജനം പാനിക്കായി പോകുന്നതും ഒക്കെ ആ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ കാണുകയാണ്. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ 3-ാം മിഷൻ യാത്രയല്ലേ. അങ്ങനെ 3-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന് സ്ഥാപിച്ച സഭകളാണ് ഏഷ്യ മൈനറിലെ സഭകൾ, വിശേഷാൽ എഫേസോസിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സഭകളൊക്കെ ആ സമയത്ത് സ്ഥാപിച്ച സഭകളാണ് 3-ാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ.
സ്ഥാപിച്ച സഭകളാണ്. അങ്ങനെ മൂന്നാം മിഷൻ യാത്രയോടുള്ള ബന്ധത്തിൽ അവിടെ കടന്നു വന്നതിന് ശേഷം താൻ പിന്നീട് ഈ യൂറോപ്പിൻ്റെ മണ്ണിലേക്ക് പോകുന്നുണ്ട്. അതിലെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് ഒടുക്കം മടങ്ങി യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് എഫെസോസിലെ മൂപ്പന്മാരെയെല്ലാം, അതായത് മൂന്നാം മിഷൻ യാത്രയിൽ സ്ഥാപിച്ച ആ സഭകളുടെ ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രിസ്ബിറ്റേഴ്സ് അഥവാ മൂപ്പന്മാർ, അവരെയെല്ലാം മിലേത്തോസിലെ കടപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് താനൊരു വിടവാങ്ങൽ പ്രസംഗം പോലെ അവരോട് പ്രസംഗിക്കുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമുക്കറിയാം. അങ്ങനെ അവരോട് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എന്താ? ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ കടക്കും, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അതിനൊത്തിരി കൊല്ലങ്ങളൊന്നും വേണ്ടി വന്നില്ല. തനിക്ക് ശേഷം പിന്നത്തേതിൽ അവിടെ ബിഷപ്പായിട്ട് കടന്നു വരുന്നത്, അഥവാ അധ്യക്ഷനായിട്ട് കടന്നു വരുന്നത് തിമോത്തിയോസാണ്. തിമോത്തിയോസിൻ്റെ ശുശ്രൂഷയിൽ വലിയ സ്ട്രഗിള് തിമോത്തിയോസിന് അനുഭവിക്കേണ്ടി വന്നു. ആ സമയത്ത് തിമോത്തിയോസിനെ ഉത്സാഹിപ്പിക്കുവാനും ബലപ്പെടുത്തുവാനും വേണ്ടി എഴുതിയ ലേഖനമാണ് 1 തിമോത്തിയോസിൻ്റെ ലേഖനം. ആ ലേഖനത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ആളുകൾ ചരിത്രത്തിൽ പിന്നീട് അവിടെയൊക്കെ എഴുന്നേറ്റു. പിന്നെ ഉപദേശത്തിൻ്റെ കാറ്റുകളടിച്ചു. വലിയ വലിയ ചെന്നായ്ക്കളും ചെറിയ ചെറിയ ചെന്നായ്ക്കളും ഒക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതെല്ലാം ചരിത്രത്തിലുണ്ട്, എല്ലാം ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഓരോ മിഷൻ യാത്രകളും ഒന്ന് മുമ്പിൽ വെച്ചേ. ഒന്നാമത്തെ മിഷൻ യാത്ര നമ്മൾ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ കണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതുപോലെ തന്നെ രണ്ടാമത്തതും, അതുപോലെ തന്നെ മൂന്നാമത്തതും. തൻ്റെ അധ്വാനം, താൻ വളരെ അധ്വാനിച്ച് സ്ഥാപിച്ച ആ സഭകൾ, ആ ദേശം, ആ ദേശത്തൊക്കെ പിന്നെയും അടിക്കുന്ന കാറ്റുകൾ. ഈ കാറ്റൊക്കെ അടിക്കുമ്പോഴും അവിടെ വിശുദ്ധന്മാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തി 20-ൽ തന്നെ താൻ പറയുന്നുണ്ടല്ലോ, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ലെന്ന്. അവിടെ കൊണ്ട് തീരുന്നില്ല. താൻ യെരുശലേമിലേക്ക് വന്നു, അത് കഴിഞ്ഞ് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, താൻ പിടിക്കപ്പെടുന്നു, കാരാഗ്രഹത്തിലാകുന്നു, അതായത് കൈസരയിലുള്ള കാരാഗ്രഹത്തിലാകുന്നു. താൻ കൈസരെ അഭയം ചൊല്ലുന്നു. അങ്ങനെ റോമിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ റോമിലെത്തുന്നു. പിന്നീട് ഒരു 2 വർഷക്കാലം നീണ്ടു നിവർന്ന് റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു കാലം, ഏകദേശം AD 60 മുതൽ 62 വരെയുള്ളൊരു കാലം. ആ കാലത്താണ് കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതിയത്. ആ സമയത്തല്ലേ ഈടുറ്റ ലേഖനങ്ങൾ എഴുതിയത്. ആ ലേഖനങ്ങൾ എഴുതുമ്പോഴും നമ്മൾ എഫേസ് ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളുണ്ട്. 3-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ, അങ്ങനെ ഓരോ അധ്യായങ്ങളിലേക്കും വരുമ്പോൾ ഗംഭീര വിഷയങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ കാലത്ത് വിശുദ്ധന്മാർക്ക് വേണ്ടി. എഫേസി സഭ മാത്രമല്ലല്ലോ ഇതൊന്നും വായിക്കുന്നത്. ഇത് കൊലേസിയിലും വായിക്കുന്നുണ്ട്, ഹീറപ്പോലീസിലും വായിക്കുന്നുണ്ട്, ലവദൂക്കിയയിലും വായിക്കുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും ഈ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അവിടെ കൊടുത്ത് ഇവിടെ വായിക്കുന്നുണ്ട്, ഇവിടെ കൊടുത്ത് അവിടെ വായിക്കുന്നുണ്ട്. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഗംഭീര കാര്യങ്ങളാണ് അവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി കൃപ നൽകിയിരിക്കുന്നു. അതായത് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നതിൻ്റെ പിൻപിലല്ലേ ഈ 3 മിഷൻ യാത്രകൾ നടത്തിയതും. ആ മിഷൻ യാത്രകളോടുള്ള ബന്ധത്തിലല്ലേ പിന്നീട് ആ ദേശങ്ങളിലും ആ ശുശ്രൂഷാമുഖത്തൊക്കെ ഈ കടുത്ത പ്രതിസന്ധികൾ ഉടലെടുത്തതും, ഈ നുഴഞ്ഞുകയറ്റക്കാർ കടന്നു വന്നതും, ഉപദേശ പെശകുകൾ. കുരുത്തലേഖനത്തിൽ അതിനെക്കുറിച്ചൊരു സൂചന പറയുന്നില്ലേ? പുളിച്ച മാവിനെക്കുറിച്ച് പറയുന്നില്ലേ? പുളിമാവിനെക്കുറിച്ച്. അപ്പോൾ ആ പുളിമാവിനെക്കുറിച്ച് പറയുന്നത് എന്താ? ഉപദേശ പെശകുകളുടെ കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ വരുന്നു, അഥവാ വ്യക്തിപരമായി തൻ്റെ നേരെ ആക്രമണങ്ങൾ വരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും നിരന്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. മുന്നിട്ടിറങ്ങി വന്ന വിശുദ്ധന്മാരെ ഓർമ്മിപ്പിച്ച് ഉണർത്തേണ്ടതുണ്ട്. വിളി ഭയങ്കര വിളിയാണ്, രാജകീയ വിളിയാണ് കേട്ടോ സ്നേഹിത, നീ കേട്ടിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനാണ് നീ, വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരനാണ്. അങ്ങനെ വലിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. വിരുദ് തെറ്റിക്കല്ലേ. ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടാൻ ഇറങ്ങിയിട്ടുണ്ട്, പലരും അടിതെറ്റി വീണ് കിടപ്പുണ്ട്. പ്രിയനെ, നീ അങ്ങനെ വീഴരുത്. വിശ്വാസത്തിൻ്റെ നായകനെ മുൻനിർത്തിക്കൊണ്ട് ഓടുക. വിശ്വാസത്തിൻ്റെ നായകനെ മുൻനിർത്തി അവനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് ഓടുക എന്നുള്ള ആഹ്വാനങ്ങൾ ഈ സമയത്തെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ 2 രീതിയിലാണ് നിങ്ങളോട് സംസാരിച്ചത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണോന്ന് എനിക്കറിയില്ല. ഒരു സൈഡിൽ ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ എല്ലാം ആ സമയത്ത് കടുത്ത പ്രതിസന്ധികളൊക്കെയാണ്. പ്രതിസന്ധികൾ, അതായത് ശുശ്രൂഷയോടുള്ള പ്രതിസന്ധിയുണ്ട്,
വ്യക്തിപരമായ ആക്രമണങ്ങൾ വരുന്നു. താന് ജനിപ്പിച്ചതും താനെ വളർത്തിക്കൊണ്ടുവന്നതുമായ ആളുകൾ തന്നെ തൻ്റെ നേരെ തിരിയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യൻ തളർന്നു പോകാം. പക്ഷെ പൗലോസ് അങ്ങനെ തളരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഊർജ്ജങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ വായിച്ചില്ലേ, ആ രാത്രിയിൽ താൻ ദൈവശബ്ദം കേട്ടു എന്നല്ലേ വായിച്ചത്. ഇതുപോലെ തന്നെ നിരാശപ്പെട്ടു പോകുമാറൊരു സാഹചര്യത്തിലൂടെ പോയ ഒരവസ്ഥ പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ആ കൈശിരയിൽ നിന്ന് റോമിലേക്ക് പോകുന്ന ആ പോക്കിൽ ആ കപ്പലിൽ കപ്പൽ ഛേദം സംഭവിക്കാൻ പോവുകയാണ്. എല്ലാം മുങ്ങി മരിക്കാൻ പോവുകയാണ്. പ്രാണന് തന്നെ കുഴപ്പമാകുമെന്ന് തോന്നുന്ന അങ്ങനത്തെ സമയം, ഈശാനമൂലനടിക്കുന്നു, അങ്ങനെ 4 സൈഡിൽ നിന്നും കാറ്റടിക്കുന്ന ആ സമയം, അവിടെയും സ്വർഗത്തിലെ ദൈവം തന്നോട് ആ രാത്രിയിൽ തന്നോട് സംസാരിക്കുകയാണ്, അശേഷം ഭയപ്പെടണ്ട. ഒരു സമയത്ത് ഞാൻ ആ വാക്യമൊക്കെ വായിച്ച് ഒത്തിരി ബലപ്പെട്ട മനുഷ്യനാണ്, ഭയങ്കരമായിട്ട് ബലപ്പെട്ടതാണ്. എന്നുവെച്ചാൽ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ ഇറങ്ങിത്തിരിച്ച സമയത്തുണ്ടായ കാറ്റും കോളും ഒക്കെ ഒത്തിരി ആയിരുന്നു. അതൊന്നും ഞാനങ്ങനെ അധികം പറയുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ആ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ചതും കടന്നുപോയതുമായ ഒത്തിരി കാറ്റുകളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. വിവിധങ്ങളായ നിലകളിൽ 4 സൈഡിൽ നിന്നും നമ്മളെ അങ്ങ് പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പം നമ്മൾ ശരിക്കും വിളി കേട്ടിട്ട് ഇറങ്ങിയതാണോ, കർത്താവ് പറഞ്ഞിട്ടാണോ നമ്മളിപ്പോൾ ഈ യാത്ര പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചു പോയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ദാസൻ പൗലോസിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് സ്വർഗത്തിലെ ദൈവം സംസാരിച്ചതുപോലെ വ്യക്തമായി എന്നോട് ഇടപെട്ട ഈ 27-ാം അധ്യായത്തിലെ വാക്യങ്ങൾ, 27-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 20-ാം വാക്യത്തിൽ പറയുന്നത്, വളരെ നാളായിട്ട് സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. സൂര്യനെയും കാണുന്നില്ല, നക്ഷത്രങ്ങളെയും കാണുന്നില്ല, യാതൊന്നും കാണുന്നില്ല. ആ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. അതിനിടയിലാണ് ഈ വല്ലാത്ത കൊടുങ്കാറ്റും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 24-ാം വാക്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 24-ാം വാക്യത്തിൽ എന്താ പറഞ്ഞത്? പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. അതായത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പിൽ മരണമാണ് നിൽക്കുന്നത്, അല്ലേ? പടക് തകർന്ന് ഈ മെഡിറ്ററേനിയൻ സീയിൽ എന്നേക്കുമായിട്ട് അവസാനിച്ചു പോകുമെന്നുള്ളതാണ് സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ച മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനിലൂടെ തന്നോട് സംസാരിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. യെരുശലേമിൽ എന്നെക്കുറിച്ച് സാക്ഷിച്ചതുപോലെ തന്നെ കൈസരുടെ മുമ്പിലും എന്നെക്കുറിച്ച് സാക്ഷിക്കേണ്ടതാകുന്നു എന്ന് ധൈര്യപ്പെടുത്തുകയാണ്, അല്ലേ? ബലപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താ? തുടക്കത്തിൽ പറഞ്ഞു, പൗലോസിൻ്റെ ആ യാത്രകളിലും കാര്യങ്ങളിലൊക്കെ ഒത്തിരി പ്രതിസന്ധികളുണ്ട്. ചുറ്റോട് ചുറ്റും പ്രതിസന്ധികളാണ്. അത് ശുശ്രൂഷാമുഖത്തും വ്യക്തിപരമായിട്ടൊക്കെ. അതൊക്കെ നടക്കുമ്പോഴും താൻ സമ്പൂർണ്ണമായി നിരാശപ്പെട്ടു പോവുകയല്ല. സമ്പൂർണ്ണമായും കടയടച്ച് എന്നാ ഇനി വീട്ടിൽ പോയിരിക്കാം, അങ്ങനെയൊന്നുമല്ല. ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അവിടെ എഫേസ്യ ലേഖനത്തിൽ താൻ പറയുന്ന ഒരു വാക്കുണ്ട്, അതായത് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക്, സകല വിശുദ്ധന്മാരിലും, അതായത് സകല അപ്പോസ്തലന്മാരിൽ നിന്നും അല്ല പറയുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്. ഈ 3-ാം അധ്യായത്തിൻ്റെ മുകളിൽ തന്നെ ചില കാര്യങ്ങൾ, ഗൗരവമായ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ സമയം പോലെ പിന്നീട് വായിക്കുക. അതായത് അതിൻ്റെ 4-ാം വാക്യത്തിൽ തന്നെ ഉണ്ടത്. യെസ്, നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, അല്ലേ? ആ ഹിഡൻ ട്രൂത്ത്സൊക്കെ, അതായത് ഈ അപ്രമേയ ധനമൊക്കെ പൗലോസിനെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ തനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയുമോ? അത് വിശുദ്ധന്മാർക്ക് പങ്കിട്ട് കൊടുക്കേണ്ടതാണ്. കാറ്റും കൊടുങ്കാറ്റും ഒക്കെ അടിക്കുമ്പോൾ അതിൻ്റെ നടുവിലും താൻ സുവിശേഷം ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ദൈവസഭകളിൽ കടന്നു ചെന്ന് വചനത്തിൽ ഉറപ്പിക്കുന്നു. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വന്ന സമയത്ത് ജനമെല്ലാം അങ്ങ് തീരെ പാനിക്കായി പോയിട്ടില്ല. ചില സമയത്തൊക്കെ അവർ ഈ പലതരം ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്നു. എന്നാൽ ലേഖനങ്ങളിലൂടെ ആകട്ടെ, വാമൊഴിയായിട്ടാകട്ടെ,
അങ്ങനെ വിവിധ നിലകളിൽ അവരെ അതിൽ നിന്നൊക്കെ അത്തരം സ്വാധീനങ്ങളിൽ നിന്നൊക്കെ വിടർത്തിയെടുക്കുകയാണ്. അത്തരം സ്വാധീനങ്ങളിൽ നിന്നൊക്കെ പൗലോസ് വിടർത്തിയെടുക്കുകയാണ്. കൊരിന്തിലെ സഭ തേജസ്സോടെ നിൽക്കേണ്ട സഭയാണ്. അത് കള്ളയപ്പോസ്തലന്മാരാൽ പിടിക്കപ്പെടേണ്ട സഭയല്ല. അതുപോലെ തന്നെയാണ് ഗലാത്യയിലെ സഭയും വിശുദ്ധന്മാരും. വ്യാജന്മാരും വഞ്ചകന്മാരും അവരുടെ മേൽ സ്വാധീനം ചെലുത്തേണ്ട കാര്യമില്ല. അതിൽ നിന്ന് അവർക്കൊരു വിടുതൽ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ ഇന്നും പലതരം വ്യാജന്മാർ ജനത്തെ വഞ്ചിച്ച് പോക്കറ്റിലിട്ടിരിക്കുകയാണ്. ആ ജനത്തെയെല്ലാം വിടുവിക്കണം. ഇന്നത്തെ പല ശുശ്രൂഷകന്മാരെന്ന് പറയുന്നവർ സാത്താൻ്റെ കരത്തിൽ ഇണങ്ങുന്ന ആയുധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സാത്താൻ്റെ കരത്തിൽ ഇണങ്ങുന്ന ആയുധമായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ ഇണങ്ങുന്ന ആയുധമാണെങ്കിൽ ഇവർക്കെല്ലാം ദൈവവചനം വെളിപ്പെടും. വ്യവസ്ഥയിൽ അതെല്ലാം വെളിപ്പെടും. കൃത്യമായ വ്യവസ്ഥയിൽ ആ കാര്യങ്ങൾ വെളിപ്പെടും. പക്ഷെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഇന്ന് പല ആളുകളും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, ഇങ്ങനത്തെ കാറ്റും കോളും അടിക്കുന്നതിനിടയിലും ദൈവത്തിൻ്റെ സഭ പണിതുകൊണ്ടിരിക്കുന്നു. വിശേഷാൽ ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തെക്കുറിച്ച് ഒരു സൂചന തന്നു. അതിൽ ചില കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്താ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയിൽ? അതായത് ധാരാളം ക്രൈസ്തവ ഗ്രൂപ്പുകളുണ്ട്, അതായത് ഡിനോമിനേഷൻസ് ഒത്തിരിയുണ്ട്. 900 ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിന് മാത്രമുണ്ട്. ഭയങ്കര സംഘടനകളുണ്ട്, ചെറിയ സംഘടനകളുണ്ട്. അങ്ങ് കാത്തലിക് മുതലങ്ങ് തുടങ്ങുകയാണ്. പിന്നെ അങ്ങ് താഴെ വരെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സംഘടനകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആ സമൂഹം, അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. അവിടെ മാത്രം കാണുന്ന ചില പ്രവണതകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിച്ചു. അവിടെ മാത്രം കാണുന്നൊരു പ്രവണത, ഈ പുറമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുന്നില്ല, അവിടെയൊന്നും വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കുന്നില്ല, അവിടെയൊന്നും ഈ ചെന്നായ്ക്കൾ കടന്നു ചെല്ലുന്നില്ല. ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ കാര്യം വെച്ചു. അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അധ്വാനം ചെയ്യുന്ന നിങ്ങൾ ഡേ ഷിഫ്റ്റും നൈറ്റ് ഷിഫ്റ്റും, ചിലർ 2 ഷിഫ്റ്റും കൂടെ ഒരുമിച്ചൊക്കെ പ്രവർത്തിക്കുക. അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും അന്വേഷിക്കാനും ഒക്കെ ആർക്കാ സമയം? അതുകൊണ്ടാണ് അതിന് സമയമുള്ള ആളുകൾ ഇരുന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? സഹോദരങ്ങളെ, സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കാലങ്ങളായിട്ട് അവർ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് അവരുടെ പുസ്തകങ്ങളുടെ, കുർബാന പുസ്തകങ്ങളോ മറ്റ് പുസ്തകങ്ങളോ അവരുടെ സി ഒക്കെയുണ്ട്. ഇതൊക്കെ പിന്നെയും പ്രിൻ്റ് ചെയ്താലും അക്ഷരങ്ങളൊന്നും മാറുന്നില്ല. സെയിം അച്ചിൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ചൊല്ലിയ സെയിം കാര്യം തന്നെയാണ് അടുത്ത ഞായറാഴ്ച ചൊല്ലുന്നത്. അടുത്ത ഞായറാഴ്ച പ്രത്യേകതയൊന്നുമില്ല, ഒരു പുള്ളിക്ക് വ്യത്യാസം വരുന്നില്ല. എല്ലാം അങ്ങനെ തന്നെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മുടെ ഇടയിലെ പ്രത്യേകത എന്താ? നമ്മുടെ ഇടയിലെ പ്രത്യേകത ഇവിടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇടമാണ്. അതുകൊണ്ട് അപ്പോൾ തന്നെ മറ്റ് ആത്മാക്കളുടെ വ്യാപാരം ഇവിടെ ഉണ്ടാകും. ഇവിടെ പരിശോധനകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉള്ളപ്പോൾ തന്നെ മറ്റാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ചുറ്റിപ്പറ്റിയുണ്ട്. നോക്കണം, പൗലോസ് കൊരിന്തിൽ വന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകുകയുള്ളൂ കേട്ടോ. പൗലോസിൻ്റെ 2ാം മിഷൻ യാത്രയിൽ കൊരിന്തിൽ കടന്നു വന്ന് സുവിശേഷം അറിയിച്ച് സ്ഥാപിച്ച സഭയും ധാരാളം വിശുദ്ധന്മാരും ഉള്ളൊരിടമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ആ കൊരിന്തിനോടുള്ള ബന്ധത്തിൽ പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത്, ഞാനെന്ന് സുവിശേഷം അറിയിച്ച് നിങ്ങളെ രക്ഷാമാർഗത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് മനസ്സോടെ ഇറങ്ങി വന്നു. അങ്ങനെ നിങ്ങളെയെല്ലാം വിശ്വാസ സ്നാനത്തിന് വിധേയമാക്കി. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസയേറ്റ മനുഷ്യരാണ്. ആ സമയം നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യാനായിട്ട് അന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെയല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞത് എവിടെന്നാ? 2 കൊരിന്ത് ലേഖനം 11-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നിന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത വിശുദ്ധന്മാർ, കുഞ്ഞാടിൻ്റെ നിർമ്മല കന്യക, അവൻ്റെ കാന്ത, ഒരുക്കപ്പെടേണ്ട കാന്ത, ഒരു 2 വാക്യം താഴേക്ക് ചാടിക്കഴിഞ്ഞാൽ 11-ന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കാത്ത മറ്റൊരു യേശു കൊരിന്തിൽ എങ്ങനെ വന്നു? കൊരിന്തിൽ വന്നു. നിങ്ങൾ അറിഞ്ഞില്ലേ? അതൊന്നും പലരും അറിഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും. അങ്ങനെ മറ്റൊരു യേശു കൊരിന്തിൽ വന്നു.
മറ്റൊരു യേശു വന്നെന്ന് പറഞ്ഞാൽ മറ്റൊരു യേശുവിനെ പ്രസൻറ്റ് ചെയ്യുന്നവർ കൊരിന്തിൽ വന്നു. അവരിട്ടിരിക്കുന്ന പാൻറ്റോ കറുത്ത പാൻറ്റാ, ഷർട്ടോ വെളുത്ത ഷർട്ടാ. മീശയുണ്ടായിരുന്നോ? ചിലർക്ക് മീശയില്ലായിരുന്നു, ചിലർക്ക് താടി ഉണ്ടായിരുന്നു. ഓഹോ, എന്നിട്ട് അവരോട് എന്താ പറഞ്ഞത്? അവർ വേറൊരു സുവിശേഷം പ്രസംഗിച്ചു. കൊരിന്തിലുള്ള ആരും അറിഞ്ഞില്ല, ഈ മണവാട്ടി കുഞ്ഞുങ്ങളും അറിഞ്ഞില്ല അതൊന്നും. പൗലോസ് അവരോട് പറയുക, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്ന്. ഞാൻ ഈ കൈയൊക്കെ നെറ്റിൽ വെച്ചില്ല, ഇങ്ങനെയൊക്കെ പൗലോസ് വെച്ച് കാണുമായിരിക്കും. 2 കൊരിന്ത്യർ ലേഖനം ഈ 11 ഇങ്ങനെ എഴുതി വരുമ്പോൾ 11 ഇല്ല കേട്ടോ, വന്ന് ഒരു ദീർഘമായ കത്ത. ആ ഭാഗത്ത് വന്നപ്പോൾ പൗലോസ് കൈ വയ്ക്കുകയല്ലായിരിക്കും, പൗലോസ് താടയ്ക്ക് കൈ കൊടുത്തിട്ട് 2 മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം. 11-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കുഞ്ഞാടിൻ്റെ കാന്ത ഇങ്ങനെ നിൽക്കുകയാണ്. കാന്ത, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ കാന്തയെ ഓർമ്മിപ്പിക്കുക. പണ്ട് തോട്ടത്തിൽ പാമ്പ് വന്ന് നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന്. പണ്ട് തോട്ടത്തിൽ നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ അടുക്കൽ പാമ്പ് കടന്നു വന്നായിരുന്നു. പാമ്പ് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞു വന്നു. അപ്പോൾ പാമ്പും ഒക്കെ അവിടെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് പാമ്പിനോട് സംബന്ധം കൂടി. അവസാനം പാമ്പ് ഉപായത്തിൽ വല്യമ്മച്ചീനെ ചതിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, തോട്ടത്തിൽ നിന്ന് പുറത്താകേണ്ടി വന്നു. ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അവരെ. ഏത് 2 തോട്ടമാണ് നമുക്ക് കാണാനുള്ളത് പുസ്തകത്തിൽ. പഴയ നിയമത്തിലൊരു തോട്ടം, അത് ഏദൻ തോട്ടം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയാം തോട്ടം. നോക്കണം, സാമ്യങ്ങൾ നോക്കണം. അവിടെ ഹൗവ നിൽക്കുന്നു, അതായത് ഒരു സ്ത്രീ രൂപമാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ സഭയാം തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആരാ? ഒരു സ്ത്രീ രൂപമാണ് നിൽക്കുന്നത്, അല്ലേ? കുഞ്ഞാടിൻ്റെ കാന്ത, അവൻ്റെ നിർമ്മല കന്യക. സഭയെ ഒരു മണവാട്ടിയോടല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത്? അതായത് ഒരു 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 കന്യകയോടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സ്ത്രീരത്നം എന്നൊക്കെ ഞാൻ പറഞ്ഞത് അത് കറക്റ്റ് വാക്കല്ല കേട്ടോ. ഇവിടെ സഭയാം തോട്ടത്തിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയല്ല, ഒരു കന്യകയാണ് നിൽക്കുന്നത്. അവിടെയും നിൽക്കുന്നത് ഒരു സ്ത്രീ രത്നത്തെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അവിടെയും വഞ്ചിക്കപ്പെട്ടു, ഇവിടെയും വഞ്ചനയ്ക്കുള്ള സാധ്യതയാണ് വരുന്നത്. അപ്പോൾ ഈ 11-ാം അധ്യായത്തിൻ്റെ ആ തുടക്കത്തിലെ വാക്യങ്ങൾ നോക്കിയേ. അത് കഴിഞ്ഞിട്ട് 4-ാം വാക്യത്തിൽ വരുമ്പോഴാണ് ഈ വേറെ യേശുവിനെ പ്രസംഗിക്കുന്ന ആൾക്കാർ കടന്നു വന്ന് വേറെ സുവിശേഷം പ്രസംഗിക്കുന്നു. അതിലൂടെ പുറത്തേക്ക് വന്ന യേശു ഏതാ? 1 വെച്ചാൽ 2 കിട്ടും എന്നുള്ള യേശു. നിങ്ങളെ വാലെല്ലാം തലയാക്കും, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവിൻ, ഞങ്ങളെ എല്ലാവരെയും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവിടെ കടന്നു വന്നു. ഈ മണവാട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ലെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പൗലോസിന് പറയേണ്ടി വന്നു, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്ന്. അതിൻ്റെ കാരണം എന്നാ? അത്ര വലിയ വിളിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആ വിളി മനസ്സിലാക്കാതെയാണ്, ഉന്നത വിളി, ആ റോയൽ കോളിംഗ് മനസ്സിലാക്കാതെയാണ് അവർ ഈ നേരം പോക്ക് പ്രസംഗമൊക്കെ കേട്ടിട്ട് അവരും അരിപ്രശ്നമല്ലേ ഇവരും അരിപ്രശ്നമല്ലേ. നോക്കണം, ഇത് അരിപ്രശ്നത്തിൻ്റെ കഥയല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളീ പറയുന്നത്. വഞ്ചനയുടെ ആത്മാവിൻ്റെ വ്യാപാരം. അതുപോലെ ഇന്നും നമ്മൾ ഈ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ ചുറ്റുപാടും ഇങ്ങനെയുള്ള വ്യാപാരങ്ങളുണ്ട്. അതിന് തെളിയിക്കാനാണ് ഞാൻ ഈ 2 കൊരിന്ത്യർ 11-ാം അധ്യായം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ തുടക്കം കാണിച്ചു. അവിടെ നിർമ്മല കന്യക നിൽക്കുന്നു, തൊട്ട് താഴെ ഈ പറഞ്ഞ സംഭവം നിൽക്കുകയാണ്, വെളിച്ചദൂതൻ്റെ വേഷത്തിൽ നിൽക്കുകയാണ് 4-ാം വാക്യത്തിൽ. അതവരെ ആത്മാവിൽ തിരിച്ചറിയണമായിരുന്നു. ആ വഞ്ചനയുടെ സ്പിരിറ്റിനെ അവർ, ആ ബോഷ്കിൻ്റെ ആത്മാവിനെ അവർ തിരിച്ചറിയണമായിരുന്നു. അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ശാസന രൂപത്തിൽ ഒരു കത്തങ്ങ് കൊടുക്കേണ്ടി വന്നത്. ഒരു ശാസന രൂപമാണ് അതിനകത്തിരിക്കുന്നത്. അല്ലാതെ പ്രൈസ് ലോർഡ് സഹോദരങ്ങളെ സുഖമാണോ എന്നൊന്നും അല്ല. അതിനകത്ത് കനത്ത ശാസനയാണ്. കാരണം തൻ്റെ അധ്വാനം, തൻ്റെ ലേബറിങ് എന്താണെന്ന് പൗലോസിനറിയാം. താൻ ഈ കൊരിന്ത്യരെക്കുറിച്ച് പ്രസവവേദനപ്പെട്ട മനുഷ്യനാണ്. കൊരിന്ത്യരെക്കുറിച്ച് പ്രസവവേദനപ്പെട്ട മനുഷ്യരാണ്. അവരെ ആത്മാവിൽ ജാഗരൂകരായി ഇരുത്തിയ ആളാണ്. പക്ഷേ കുറച്ച് നേരത്തേക്ക് അവർ ഉറങ്ങിപ്പോയപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കടന്നു വന്നു. അതിനവർ വിധേയപ്പെട്ടു കൊടുത്തു. എന്നിട്ട് ചുമ്മാ ഇരുന്ന് പല്ലടിച്ച് കാണിക്കും. പറ്റിപ്പോയി എന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്, എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അവിടെ അന്നൊരു പൗലോസ് ഉണ്ടായിരുന്നു, നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യമെന്ന് പറയാൻ. ഇന്നങ്ങനെ പറയുന്നവർ അപൂർവമുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ധാരാളമായിട്ടൊന്നും നമുക്ക് കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ഈ സമൂഹത്തിന് ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഉപദേശമുണ്ട്, ഉപദേശ പെശവുമുണ്ട്. വേറെ സ്ഥലങ്ങളിൽ ഉപദേശവും ഇല്ല, ഉപദേശ പെശവും ഇല്ല.
അതെല്ലാം തത്തമ്മേ പൂച്ച പൂച്ച, എല്ലാ സ്ഥലത്തും എന്താ ഉള്ളത്? തത്തമ്മേ പൂച്ച പൂച്ച. അപ്പോൾ ബാക്കി വായിച്ചെടുത്തോളുക. കാലാകാലങ്ങളിലായിട്ട് അവർ അവരുടെ തത്തമ്മേനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ആ തത്തമ്മ 2000 കൊല്ലമായിട്ടും അങ്ങനെ തന്നെ പറയുന്നതെന്നാണ് പറയുന്നത്. കണ്ടോ, ഒരു നെല്ലട മാറ്റമില്ലെന്ന് തത്തമ്മ പറയുന്നത്, ഒട്ടും മാറുന്നില്ലെന്നാണ് പറയുന്നത്. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഉപദേശമുണ്ട്, ഇവിടെ ഉപദേശ പേശകളുമുണ്ട്. ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുകയാണ് ചുറ്റോട് ചുറ്റും. അതിന് നടുവിലാണ് നമ്മളായിരിക്കുന്നത്. അതിന് നടുവിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതിനാണ് കർത്താവിൻ്റെ ദാസന്മാർ. യൂദയൊക്കെ ലേഖനം എഴുതിയിരിക്കുന്നത് നോക്കൂ, ഒറ്റ അധ്യായമേ ഉള്ളൂ. ഒരധ്യായം പോരെ. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടി നിൽക്കുവാൻ പാകത്തിന് അവരെ ഉത്സാഹിപ്പിക്കുകയല്ലേ. ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന അഭക്തരായവർ നുഴഞ്ഞു കയറി വന്നിരിക്കുമ്പോൾ പോരാടി നിൽക്കുകയാണ് യൂദ പോരാടി നിൽക്കുകയാണ്. പോരാട്ട വീര്യമുള്ള യൂദമാർ എഴുന്നേൽക്കണം ഇന്നും. അതിവിശുദ്ധ വിശ്വാസം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അഗ്നിമയമായ പ്രമാണം, അതിനെയൊക്കെ മറിച്ച് കളയുന്ന ഈ പറയപ്പെട്ട നുഴഞ്ഞുകയറ്റക്കാർ ചുറ്റോട് ചുറ്റും, അവരൊക്കെ കേമന്മാരും പ്രസിദ്ധരും അവരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതൊന്നും നമ്മൾ ഗവനിക്കേണ്ട കാര്യമില്ല. ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയണമല്ലോ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള കാറ്റുകൾ അടിക്കും, ഇതൊക്കെ ശരി തന്നെ. അതിനിടയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് പോയപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഭൗതിക മുന്നേറ്റമൊന്നും വേണ്ടേ, പാസ്റ്റർ ഇതിനൊക്കെ എതിരാണോ എന്നൊക്കെയാണ്. ഒന്നും അങ്ങനെ പറയുന്നില്ലല്ലോ, ഒന്നും അങ്ങനെ പ്രസംഗിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ചിലർ പരിദേവനങ്ങൾ പറയുന്നത്. അവരൊന്നും മോശക്കാരൊന്നും അല്ല കേട്ടോ. അവർ നമ്മൾ ഈ കുരുതി ലേഖനത്തിൽ പറയുന്ന പോലെ ശിശുക്കളാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു. ഞാൻ അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുകയൊന്നും അല്ല, അവർ ശിശുക്കളാണെന്നുള്ള സൂചിപ്പിക്കുകയാണ്. കാരണം അവർ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് വളർച്ചയില്ലായ്മയാണ് കാണിക്കുന്നത്. നോക്കൂ, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഈ പഠനങ്ങളും കാര്യങ്ങളും മുൻപോട്ട് പോകുമ്പോൾ ഞാൻ കൂട്ടു സഹോദരങ്ങളായി നിങ്ങളോട് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട്. പൊതുവിൽ അധികം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ദൈവമക്കൾ അവർക്ക് ലഭിക്കപ്പെട്ട ബുദ്ധിയും കാര്യങ്ങളുമൊക്കെ വിനിയോഗിക്കുക, അധ്വാനിക്കുക, വിശ്വസ്തരായിരിക്കുക, ഉത്സാഹിക്കുക, അങ്ങനെ മുൻപോട്ട് പോകുക. ദൈവകൃപ നിങ്ങളുടെ മേലുണ്ട്. കർത്താവിൻ്റെ സഹായവും സാന്നിധ്യവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കുക, വീണ്ടും നന്നായിട്ട് പഠിക്കുക. അതുപോലെ ജോലി ചെയ്യുന്ന ആൾക്കാർ അതിൽ വിശ്വസ്തരായിരിക്കുക, സമർത്ഥമായ നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവർ സത്യസന്ധമായിട്ട് കർത്താവിനെ ഭയപ്പെട്ട ആ കാര്യങ്ങൾ ചെയ്യുക. കൃഷി ചെയ്യുന്നവരും ഈ പറഞ്ഞ പോലെ ഉത്സാഹിച്ച് കൃഷി ചെയ്യുക. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക, അതൊക്കെ ചെയ്യുക. തക്ക സമയത്ത് നിങ്ങൾക്ക് വിളവ് തരേണ്ടതിന് കർത്താവ് നിങ്ങളോട് കൂടെയുണ്ടല്ലോ. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണമെന്നൊക്കെ കർത്താവിന് അറിയില്ലേ? നമ്മെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നത് അവിടെ നിന്നല്ലേ? നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെക്കുറിച്ചും നമ്മൾ എങ്ങനെയായിരിക്കണം ഈ ഭൂമിയിൽ എന്നൊക്കെ കർത്താവിന് ഒരു ചിന്തയും പദ്ധതിയില്ലേ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെക്കുറിച്ച് 500 കൊല്ലത്തേക്കുള്ള പദ്ധതി ഇപ്പോഴേ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ദോഷികളായ ഞാനും നിങ്ങളും നമ്മുടെ തലമുറകളെക്കുറിച്ച് വലിയ പദ്ധതിയും പ്ലാനും ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് ഈ ഭൂമിയിലെ നമ്മുടെ വാസത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലേ? സുവിശേഷങ്ങളുടെ ആരംഭം നമ്മളെ എന്താ ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾ വിചാരപ്പെടുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്തിനിങ്ങനെ വിചാരപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത്. വിചാരപ്പെടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ വയലിലെ ആ പുഷ്പത്തെ നോക്കൂ, അതിനെ ചമച്ചിരിക്കുന്നത് നോക്കൂ, കാക്കകളെ നോക്കുവിൻ, ഏറിയ കുരുകിലുകളെ നോക്കുവിൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുന്നു. നിങ്ങളുടെ കാര്യങ്ങളും അങ്ങനെ ഭംഗിയായിട്ട് മുൻപോട്ട് പോകില്ലെന്നാണ് സുവിശേഷത്തിലൂടെ നമ്മോട് ദൈവാത്മാവ് ചോദിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ പാനിക്കാകണ്ട, പിന്നെ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിലും നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കേൾക്കുന്ന വചനപ്രകാരം വിശ്വസ്തരായിരിക്കുക, വിശുദ്ധരായിരിക്കുക, കർത്താവിനെ സേവിക്കുക, കർത്താവിനെ ഭയപ്പെടുക, ദൈവവചനം അനുസരിച്ച് വിശുദ്ധന്മാരോടുള്ള സംസർഗവും കൂട്ടായ്മയും ഒക്കെ അനുഭവിച്ച് അങ്ങനെ നമ്മൾ മുൻപോട്ട് പോകുക. അതല്ലാതെ തെറ്റായ ചിന്തകളിലേക്കൊന്നും നമ്മൾ വഴുതിപ്പോകാൻ ഇടവരരുത്. അപ്പോസ്തലന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ എന്നാണ്.
വിശുദ്ധ അപ്പോസ്തലന്മാരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ സ്നേഹിതരാകരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ലോകത്തിൻ്റെ സ്നേഹിതരാകുന്നത്? എന്നാൽ നമ്മൾ ചുറ്റോട് ചുറ്റും നോക്കുമ്പോൾ ഇന്ന് മലയാളക്കരയിൽ ലോകത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്ന ധാരാളം പ്രഭാഷകരുണ്ട്. ശുശ്രൂഷകരെന്നുള്ള ലേബലിൽ അവർ നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. നിങ്ങളിൽ പലരും ഇന്നത്തെ ദിവസം അത് കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തുടരെ അനേക കമൻസ് എൻ്റെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ധാരാളം കമൻസ്. അതായത് തെക്കൻ കേരളത്തിലുള്ളൊരു പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകൻ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളുടെ മറുപടി എന്നോണമാണ് നമ്മൾ പറഞ്ഞത്. അതായത് കുറേ ദിവസങ്ങളായി അതിനൊക്കെ എന്ത് മറുപടി പറയാനാണെന്ന് ചിന്തിക്കുമ്പോൾ പല സഹോദരങ്ങളും എന്നോട് പറഞ്ഞു അത് ഗൗരവമായൊരു വിഷയമാണ്. പലരും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഭയപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ. പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ഏതൊരു ദൂഷണത്തിനും ശിക്ഷയുണ്ടെന്നുള്ളത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതെല്ലാം പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണമാണെന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പം ന്യായമായിട്ട് നമ്മളൊരു 2-3 പോയിൻറ്റ്സ് റേസ് ചെയ്തു. പരിശുദ്ധാത്മാവിനെതിരെയുള്ള കാര്യങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് നമ്മളെയെല്ലാം, അതായത് ഭൂലോകത്തിലുള്ള സകല മലയാളികളെ ഓർമ്മിപ്പിച്ച അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവനും കണക്ക് പറയേണ്ടി വരുമെന്ന്. കാരണം എന്നാ? പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മേൽ ആരോപിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കുഞ്ഞുകളിയല്ല, അതൊക്കെ തീക്കളി തന്നെയാണ്. ഇതിനിടയ്ക്കൊരു വീഡിയോ ഞാൻ കാണാനിടയായി. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ അത് തീക്കളിയാണെന്ന്. ആ വീഡിയോയിൽ സംസാരിക്കുന്ന ബിരുദം പറയുന്നത് അതൊക്കെ കേൾക്കുന്ന ആളുകളെ സമ്മതിക്കണം തന്നെ. അതായത് ഈ അടൂരിൻ്റെ പരിസരത്ത് ഒരു വ്യാജപ്രവാചകനുണ്ട്. ആ വ്യാജപ്രവാചകന് ഒരു യാത്രയിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്നപ്പോൾ ആ എയർപോർട്ടിൽ അവിടെ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തോ കശപിശകളുണ്ടായ ആളുകളുമായിട്ട്. കശപിശ മൂത്തപ്പോൾ ഈ അന്താരാഷ്ട്ര പ്രോഫറ്റ് നല്ല മലയാളത്തിൽ ലളിത സുന്ദര പദാവലികൾ ചേർത്ത് വെച്ച് നല്ല തെറി അങ്ങ് പറഞ്ഞു. വെച്ച മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഏതോ കുബുദ്ധികൾ അത് വീഡിയോ പിടിച്ചു. ഏതോ കുബുദ്ധികൾ തത്സമയം അത് എന്ത് ചെയ്തു? വീഡിയോ പിടിച്ചു വെച്ചു. അതങ്ങനെ മലവരെയൊക്കെ അറിയിച്ചു. അങ്ങനെ അതിനോട് ആളുകൾ പ്രതികരിച്ചു. ഉയ്യോ വളരെ മോശം, ഇയാൾ ഇത്രയും കുഴപ്പക്കാരനാണോ മ്ലേച്ഛനാണോ, പിന്നെ പലതും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നെന്ന് കൂട്ടിക്കോ. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് രാത്രിയിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് ക്ഷമിക്കും. പക്ഷേ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടൊന്നും ഒരിക്കലും ക്ഷമിക്കില്ലെന്ന്. അത് ഏത് വേദപുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞതെന്ന് ഒരു പിടിയില്ല. ഈ പ്രോഫറ്റ് എയർപോർട്ടിൽ നിന്ന് ചീത്ത വിളിച്ചത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറയുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഒരിക്കലും ഈ ഭൂമിയിലും വരാനുള്ള ഭൂമിയിലും ക്ഷമ ലഭിക്കില്ലെന്നാണ് പറയുന്നത്. അതേസമയം ഈ ചീത്ത പറഞ്ഞ പുള്ളിക്ക് ആ രാത്രി തന്നെ ക്ഷമ കിട്ടുമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഈ പാസ്റ്റർമാരെന്നൊക്കെ ഉള്ള ലേവലിൽ നടക്കുന്നത്. സഹോദരങ്ങളെ, ഇതെല്ലാം ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. അതായത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം ഒരു പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണത്. ഒരു പടത്തിൻ്റെ രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ്. മത്തായി 7:15. പുറമെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അകമേ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ എന്നാണ് ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ തിരുവനന്തപുരത്തേക്ക് പോയ പ്രവാചകൻ ചീത്ത വിളിച്ച കാര്യവും, അതുപോലെ തെക്കൻ കേരളത്തിലെ പ്രസിദ്ധനായ അദ്ദേഹം അപ്പോസ്തോലനാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ ആളുകൾ പ്രോഫറ്റാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിലപിടിപ്പുള്ള അപ്പോസ്തോലനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണല്ലോ ഇത് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് നമ്മൾ ചില മറുപടികൾ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. 2-3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ റേസ് ചെയ്തു. ഒന്ന്, അദ്ദേഹം ഈ യെരുശലേമിൽ നിന്നുകൊണ്ട്, നമ്മൾ പണ്ടിവിടെ കാണിച്ചിട്ടുള്ളതാണ്, ആ മതിലിൻ്റെ അവിടെ നിന്നുകൊണ്ട് പോഴത്തരം പറയുന്നത്, അവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കൂ എന്നൊക്കെ പറയുന്നത്. LKG അല്ല, അംഗനവാടിക്ക് താഴെയുള്ള വർത്തമാനം. അത് കഴിഞ്ഞിട്ട് അവരിപ്പോൾ വലിയ ഒരു സൗധം പണിയുന്നുണ്ട്. ഒരു സൗധം, അവരുടെ ഫെലോഷിപ്പ് ഒരുമിച്ച് കൂടാൻ പാകത്തിനുള്ള വലിയ ബിൽഡിങ്. അപ്പോൾ അതിനെ അവർ പറയുന്നത്, ഒരു വീഡിയോയിലൂടെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കർത്താവിൻ്റെ സഭ ഇവിടെ പണിയാൻ പോവുകയാണ്. അത് ഇത്ര കനമുള്ള കമ്പി കൊണ്ടും സിമെൻറ്റ് കൊണ്ടും ഒക്കെയാണ്. അപ്പം ആ ആലയം പണിക്ക് വേണ്ടി, കമ്പി സിമെൻറ്റും കൊണ്ടുള്ള ആലയം പണിയേ
ശലോമോൻ പോലും ഞെട്ടിപ്പോയി. ഈ പുള്ളികളെ കാണുകയാണെങ്കിൽ ശലോമോൻ പറഞ്ഞേനെ, എടാ മോനെ, പണ്ട് പഴയ നിയമകാലത്ത് ഞാനൊരു ആലയം പണിതു, ഇപ്പോൾ ഇങ്ങനത്തെ ആലയം പണിയാൻ നിന്നെ ആരാ ഏൽപ്പിച്ചെന്ന് ചോദിക്കില്ലേ? അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ അവരുടെ ആളുകളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു നിസ്സാര കാര്യമല്ലേ അതെന്നാണ് ചോദിക്കുന്നത്. ഒരു നിസ്സാര കാര്യമല്ലേ വെസ്റ്റേൺ വാളിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്ന് പറയുന്നതും, പിന്നെ ഈ അവർ അവിടെ പണിയാൻ പോകുന്ന ആ ബിൽഡിങ് അത് ദൈവത്തിൻ്റെ ആലയമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവരുടെ ശുശ്രൂഷകർ പറഞ്ഞ കാര്യം നമ്മൾ അനലൈസ് ചെയ്തു, അവരുടെ ശിഷ്യഗണങ്ങളും പറയുന്നത് നിസ്സാരമാണെന്നാണ്. അപ്പോൾ ഗുരുവും ശിഷ്യന്മാരും രണ്ട് കൂട്ടരും ദൈവവചനത്തിലെ ഏറ്റവും ഗൗരവമായ കാര്യത്തിന് നിസ്സാര വിലയെ കൊടുത്തിട്ടുള്ളൂ. ദൈവവചനത്തിലെ ഏറ്റവും ഗൗരവമായൊരു പഠന വിഷയത്തിന് നിസ്സാര വിലയെ കൊടുത്തിട്ടുള്ളൂ. നോക്കണം, നമ്മളുടെ ഈ ഒരു പഠനം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നീണ്ടു കിടക്കുന്നൊരു പഠനമാണ്. അതായത് വലിയവനായ ദൈവം ഇസ്രായേലിൻ്റെ നടുവിൽ ഇറങ്ങി വസിക്കാൻ ആരംഭിക്കുന്ന സമയമാണ് സമാഗമന കൂടാരത്തിൽ. അവിടെ ദൈവത്തിൻ്റെ നിവാസം എന്ന നിലയിലാണ് നമ്മളത് പഠിക്കുന്നത്. പിന്നത്തേത് ശലോമോൻ്റെ കാലത്ത് വന്നപ്പോൾ യെരൂശലേം ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവനിവാസമായിട്ടത് മാറുകയാണ്. അതിനുശേഷം അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് കളഞ്ഞു. അങ്ങനെയാണ് മാളിക മുറി മുതൽ കർത്താവിൻ്റെ സഭ ആരംഭിക്കുന്നത്. ആ സഭ അദൃശ്യമായൊരു സഭയാണ്. അത് അദൃശ്യമായൊരു സഭയാണ്, വിസിബിൾ അല്ല, നമുക്കങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് പറയാം ഇതാണ് കർത്താവിൻ്റെ സഭയെന്ന് പറയാം. അതല്ലാതെ ആ അദൃശ്യമായ സഭയെ നമുക്ക് നമ്മുടെ നഗ്നനേത്രം കൊണ്ടൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ മുതൽ കർത്താവിൻ്റെ സഭ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ പൗലോസ് അരയോപക കുന്നിൽ നിന്നുകൊണ്ട് പറയാണ്, അത്യുന്നതനായ ദൈവം പണ്ട് കൈപ്പണിയായ കെട്ടിടത്തിൽ വാസം ചെയ്തു എന്നുള്ളതൊക്കെ വാസ്തവമാണെങ്കിലും ഇപ്പോൾ അങ്ങനെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എവിടെ നിന്നാണ് പറയുന്നത്? അഥേനയിൽ നിന്ന്. 2 ചുവടും കൂടെ മുന്നോട്ട് വെച്ച കൊരിന്താണ്. ആ കൊരിന്തിൽ വന്ന 1 ആണ്ടും 6 മാസവും പൗലോസ് പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. അങ്ങനെയാണ് ആ ജനത്തെ മാനസാന്തരാനുഭവത്തിലേക്ക് കൊണ്ടുവന്നവരോടെല്ലാം എന്താ പറഞ്ഞു കൊടുത്തത്? അതിൽ യഹൂദന്മാരും വന്നിട്ടുണ്ട്, ജാതികളും വന്നിട്ടുണ്ട്. എല്ലാവരോടുമായിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് മിസ്റ്റർ എന്നാണ്. ഹേ സ്നേഹിതരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അപ്പോൾ സകല ജനത്തിനും അറിയാവുന്ന കാര്യമായി യെരൂശലേമിൽ ഒരു വലിയ ടെമ്പിൾ ഉണ്ടെന്നുള്ളത്. ഈ പൗലോസ് ഒരു യഹൂദനാണെന്നുള്ളതും ആളുകൾക്കറിയാം. അവിടെ യഹൂദന്മാർ സമ്മേളിച്ചിട്ടുണ്ട്. അവർക്ക് ആണ്ടോടാണ്ട് പ്രായശ്ചിത്ത ദിനത്തിൽ യെരൂശലേമിലേക്ക് പോകേണ്ടതാണ്. അവർക്ക് ആണ്ടോടാണ്ട് കൂടാര പെരുന്നാളിന് പോകേണ്ടതാണ്. പൗലോസ് അതെല്ലാം റദ്ദു ചെയ്തു. നമ്മുടെ കാത്തലിക് ഓർത്തഡോക്സ് സഹോദരങ്ങൾ ആരെങ്കിലും ഇവിടെ വന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കല്ലെടുത്ത് എറിയാൻ സാധ്യതയുണ്ട്. അവർ കോപിക്കും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. യെരൂശലേം ദൈവാലയം റദ്ദ് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുന്നത്. ആ യെരൂശലേം ദൈവാലയം എന്ന് പറയുന്ന ദൈവസഭയുടെ അസൽ നിഴലാണെന്നുള്ളത് ഈ സാധുക്കൾക്ക് അറിയില്ല. അതായത് ന്യൂ ജനറേഷൻ പെന്തിക്കോസിനും അറിയില്ല, എപ്പിസ്കോപ്പൽ സഭക്കാർക്കും അറിയില്ല, 2 കൂട്ടർക്കും അറിയില്ല ഇതൊന്നും. ഞാൻ തീർത്ത് പറയുകയാണ്, ഇവർക്കൊന്നും അറിയില്ല. ഇവരുടെ കണ്ണടഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ, ഇവിടെ എല്ലാം കണ്ണടഞ്ഞിരിക്കുക. മഹാകൃപയാലാണ് ദൈവം നമുക്ക് ഈ വക കാര്യങ്ങൾ തുറന്നു തന്നത്. നോക്കണം, ആ പറയപ്പെട്ട കാലത്ത് സമാഗമന കൂടാരമാകട്ടെ യെരൂശലേം ദൈവാലയമാകട്ടെ ദൈവത്തിൻ്റെ നിവാസം എന്ന നിലയിൽ പരിലസിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് കർത്താവിൻ്റെ നിവാസം എന്ന് പറയുന്നത് എൻ്റെ സഭയാണ്, നാം ഓരോരുത്തരുമാണ്. അതിൻ്റെ സൂചനയാണ് പറഞ്ഞത്. അപ്പോഴും അവർ പറയുന്നത് അതിനൊന്നും വലിയ ഗൗരവമില്ലെന്ന്, നമുക്ക് കുറച്ച് പാട്ടും പ്രാർത്ഥനയായിട്ട് പോകാമെന്ന്. ഇവിടെയാണ് ഞാൻ ആ ന്യൂ ജനറേഷനെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. എത്രയോ കാലമായി ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നു. നിങ്ങളിൽ പലർക്കും അതറിയാം, എങ്കിലും അറിയാത്തവർ പലരും ഇവിടെ ഉണ്ടാകും. ഞാൻ ഇന്ന് ചില ദേവദാസന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരതിനെ വീക്ഷിച്ചത് എങ്ങനെയാണെന്ന് അറിയാവോ? ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയില്ലേ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറ, ന്യൂജൻ തലമുറ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് BTH ഒക്കെ പഠിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ പാസ്റ്റർമാരെയാണ് ന്യൂജൻ പാസ്റ്റർമാരെന്ന് ഉദ്ദേശിക്കുന്നത്. തല നിറച്ച പാസ്റ്റർമാരൊക്കെ പഴയ പാസ്റ്റർമാർ, പണ്ട് കാലത്തെ പാസ്റ്റർമാർ, അല്ലെ പഴയ ശുശ്രൂഷകർ എന്ന നിലയിലാണ് ഇവർ ചിന്തിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് പ്രായത്തിൻ്റെ പരിഗണനയൊന്നും വെച്ചിട്ടല്ല, അല്ലെങ്കിൽ 2000-ന് ശേഷമുള്ള എന്തെങ്കിലും ഒരു സംഭവം എന്നുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ തിരുവഴുത്തിന് വിരുദ്ധമായ നിലയിൽ കൊരിന്ത്യലേഖനത്തിൽ പറയുന്ന പോലെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന കൂട്ടർ,
വേറൊരു അഭിഷേകത്താൽ വേറൊരു സുവിശേഷം പറയുന്ന ആളുകൾ വേദപുസ്തകത്തിൻ്റെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്ന ഗ്രൂപ്പുകളെയാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാത്ത കൂട്ടരെയാണ് നമ്മൾ ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ് അഥവാ വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റിനെ കുറിച്ചും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒത്തിരി സംഘടനകളുണ്ടല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ IPC, AG, ഷാരോൻ, ചർച്ച് ഓഫ് ഗോഡ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്വതന്ത്ര ഗ്രൂപ്പുകളുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ പെന്തിക്കോസ്റ്റ് എന്ന് വിളിക്കുമെങ്കിൽ ശരിക്കും ഇതിൽ പലതിനും പെന്തിക്കോസ്റ്റ് നേച്ചർ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതിനകത്ത് പെന്തിക്കോസ്റ്റ് അനുഭവമുള്ള ആ നേച്ചറുള്ള ജനം ഇതിനകത്തുണ്ട്. ഇതിനകത്തെല്ലാം ചിതറിക്കിടക്കുകയാണ്. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന പോലെ ചിതറിക്കിടക്കുന്ന 12 ഗോത്രക്കാർക്കും എന്ന് പറഞ്ഞ് ലേഖനം എഴുതുന്ന പോലെ ഇതിനകത്തെല്ലാം അവരിങ്ങനെ ചിതറിക്കിടക്കുക. അവരെന്ന് പറഞ്ഞാൽ ആരാ? ഈ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന കുഞ്ഞാടിൻ്റെ കാന്ത, ആ നിർമ്മല കന്യക, ഇതിലെല്ലാം ചിതറിക്കിടപ്പുണ്ട്. എന്തുമാത്രം എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എണ്ണമൊക്കെ കുറവായിരിക്കും, പക്ഷേ ഇതിനകത്തെല്ലാം ഇങ്ങനെ ചിതറിക്കിടക്കുക. എന്നാൽ അതിനെല്ലാം പിടിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ സംഘടന ഉണ്ടാക്കിയാലോ? അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനല്ല. അവിടെയാണ് നമ്മളിൽ പലരും തെറ്റിപ്പോകുന്നത്. അങ്ങനെ ഇതൊക്കെ അത്ര പെന്തക്കോസ്ത് അനുഭവം ഇപ്പോൾ സൂക്ഷിക്കുന്നില്ല. അവിടെ ഒത്തിരി ജഡിക പ്രവൃത്തികളുണ്ട്, അവിടെ ഒത്തിരി ഇലക്ഷനും ബഹളങ്ങളുണ്ട്, അവിടെ ഒത്തിരി ലോകത്തിൻ്റെ കാര്യം പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ പാസ്റ്ററെ? അപ്പോൾ നമുക്ക് വേറൊരു മുറിക്കകത്ത് ഈ നിർമ്മല കന്യകകളെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു പുതിയ സഭ ആരംഭിച്ചാലോ, ഒരു പുതിയ ഓർഗനൈസേഷൻ ആരംഭിച്ചാലോ എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. സഹോദരങ്ങളെ, കുഞ്ഞാടിൻ്റെ കാന്ത ഈ പറയപ്പെട്ട വറചട്ടിക്ക് അകത്തുനിന്നാണ് പുറത്തേക്ക് വരേണ്ടത്. വറചട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മലയാളമാകട്ടോ, ഒരു തീയുടെ അനുഭവം കാണിക്കാനാണ് ഞാൻ വറചട്ടി എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ സഞ്ചാരത്തിൽ അതിനകത്ത് അനാത്മീയരെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും, ജഡികന്മാരെ അഭിമുഖീകരിക്കേണ്ടി വരും, ലോകം പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെ കാണേണ്ടി വരും, പിന്നെ എന്നതാ അങ്ങനെ ഈ എല്ലാ സൈസിനിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിനെല്ലാത്തിനും ഇടയിലും നമ്മൾ നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ച് പിന്നെ ആ അഭിഷേകം അല്പം പോലും ചോർന്നു പോകാതെ അഭിഷേകത്തിൽ ജ്വലിച്ചു നിൽക്കണം, സകലത്തെയും മറികടക്കണം. ഉപദേശ പെശകൾ വരുമ്പോൾ നമ്മൾ അതിനെ തിരിച്ചറിയണം. നമ്മളെല്ലാം കൂടെ ഒരു മുറിക്കകത്ത് പോയിരിക്കുകയാണെങ്കിൽ, നമ്മളെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ലോകത്തിലെല്ലാം ഉള്ള ഈ സത്യവചനത്തെ സ്നേഹിക്കുന്നവരെല്ലാം കൂടെ ഒരു മുറിക്കകത്ത് ഇരിക്കുക എന്ന് വിചാരിച്ചോ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളവിടെ ഉപദേശ പെശകാരനെ അനുവദിക്കില്ല, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ അനുവദിക്കില്ല. നമ്മളിങ്ങനെ പാട്ടും പ്രാർത്ഥനയായിട്ട് മാത്രം ഇങ്ങനെ പോകും. അതേസമയം ഈ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നിങ്ങളിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകണമെന്ന് വായിക്കുന്നില്ലേ? ഈ പറഞ്ഞ കാറ്റുകൾ എന്തിനാ ദൈവം അടുപ്പിക്കുന്നത്? കാറ്റുകൾ അടിക്കുമ്പോഴാണ് നമ്മെ ഓരോരുത്തരെയും പരിശോധിക്കുന്നത്, അല്ലേ? ഈ ലോകം പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെയൊക്കെ എല്ലാവർക്കും ഭയങ്കര വെറുപ്പാണ്. എനിക്കങ്ങനെ ഒരു വെറുപ്പുമില്ല. ഞാൻ ഇന്നൊരു പ്രസംഗം അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാരാണ് വിളിച്ച് സബാഷ് പറയുന്നത്. ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തു, വലിയ വീര്യപ്രവൃത്തി ചെയ്തു എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഒന്നുമില്ല, എനിക്ക് അവരോടൊക്കെ സ്നേഹബഹുമാനങ്ങളാണ്. എൻ്റെ ഒരുക്കത്തിന് വേണ്ടി ദൈവം നിർത്തിയിരിക്കുന്നതാണ് അവരെയൊക്കെ. അവർ ലോകം പ്രസംഗിക്കുമ്പോൾ എനിക്ക് ലോകത്തോടൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ടോ? അനേകർ അവരുടെ പ്രസംഗത്തിൽ വഴുതി വീഴുകയാണ്, പക്ഷേ എനിക്ക് വഴുതി വീഴാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. 4 സൈഡിലും ഇത്തരക്കാരും ഇപ്പോഴുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും, ചുട്ട കോഴിയെ പറപ്പിക്കലായിട്ടും മരിച്ചവരെ ഉയർപ്പിക്കലായിട്ടും. ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു കമൻറ്റ് ഈ ലാസ്റ്റ് വന്നത് ശ്രദ്ധിച്ചു. അതിലൊരാൾ എന്നോട് ചോദിക്കുന്നത്, താങ്കളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ടോ? താങ്കൾ മരിച്ചവരെ ഉയർപ്പിക്കാറുണ്ടോ? താങ്കൾ അത്ഭുതം അടയാളവും ചെയ്യാറുണ്ടോ? ഒന്നിനും മറുപടി കൊടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മീറ്റിംഗ് ടൈം ആയല്ലോ. മീറ്റിംഗൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയ മറുപടി കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കുന്നത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ചെയ്യുമ്പോഴും അത് പരിശുദ്ധാത്മാവിലല്ലെന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. ഈ സാധുക്കൾ വിചാരിക്കുന്നത് എന്താ? അതല്ല പരിശുദ്ധാത്മാവിലാന്ന. നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്നേ. അതിന് കാര്യകാരണങ്ങളുണ്ടല്ലോ. കാര്യകാരണങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ധാരാളമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ എക്സാമ്പിളും കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിക്കാം. പലതും പറയാനുണ്ടായിരുന്നു, എന്നാൽ ഒരു സീരിയസ് ആയ ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചതാണ്, ഒന്നുകൂടി അതൊന്ന് വിശദമായി പറയണമെന്ന് തോന്നി എനിക്ക്.
അതായത് നമ്മൾ പറയുന്ന ഈ മാന്യദേഹം 2019 ഡിസംബർ മാസം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ 31-ാം തീയതി രാത്രിയിൽ, അപ്പോൾ ഡിസംബറിലെ മഞ്ഞ് പെയ്യുന്ന ആ രാത്രിയിൽ കൊട്ടാരക്കരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം മുഴുവൻ ലോകത്തോടും വിളിച്ചു പറഞ്ഞു, ഇത് വച്ചടി കയറ്റത്തിൻ്റെ വർഷമാണ്, നിങ്ങൾ തഴയ്ക്കുന്ന വർഷമാണ്, നിങ്ങൾ വളരുന്ന വർഷമാണ്, നിങ്ങൾ കൊഴുക്കുന്ന വർഷമാണ്. പിന്നെ എന്നൊക്കെയാ അങ്ങനെ അനവധി കാര്യങ്ങൾ. അമ്മ ഒരു കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്ന പോലെ നിങ്ങളെ ലാളിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു 2020. അദ്ദേഹം മാത്രമല്ല, കോട്ടയത്തെ അച്ചായനും പറഞ്ഞു. പിന്നെ അങ്ങനെ അച്ചായന്മാരെല്ലാം സ്ഥലങ്ങളിൽ മൈക്ക് കൈ കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം അച്ചായന്മാർ ഇത് പറഞ്ഞു കളഞ്ഞു. ഒറ്റ ഒരു പുള്ളി അറിഞ്ഞില്ല പുറകിൽ കൊടുങ്കാറ്റ് വരുന്നുണ്ട്, എല്ലാവരും പറഞ്ഞു കളഞ്ഞു 2020 ഇങ്ങനെയൊക്കെയാണെന്ന്. ഇത് പൊതുവെ എല്ലായിടത്തും കേൾക്കുന്ന ന്യൂ ജനറേഷൻ ഗ്രൂപ്പിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന ഈ പെന്തിക്കോസിനകത്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ധ്യാനത്തിൽ എനിക്ക് കിട്ടിയ ചില ചിന്തകളാണ് നിങ്ങളോട് പറയുന്നത്. ശുദ്ധ വിവരക്കേടല്ലേ ഈ പറയുന്നത്? ഡിസംബർ 31-ാം തീയതി എല്ലാ പുള്ളികളും അടുത്ത വർഷം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ എഴുതപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തിനെയല്ലേ അവർ മറിച്ച് കളയുന്നത്? ഈ എഴുതപ്പെട്ട വിശുദ്ധ തിരുവെഴുത്തിനെ, ഈ തിരുവെഴുത്തിൽ പറയുകയാണ് 2020 ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കുമെന്ന്. അതേ 1-ാം നൂറ്റാണ്ടിൽ മാത്രമാണോ കാറ്റടിക്കുകയുള്ളൂ? 2020 അടിക്കില്ലേ? 2021 അടിക്കില്ലേ? സൗരങ്ങൾ ചിന്തിക്കണം കേട്ടോ, ഗൗരവമായൊരു കാര്യമാണ് പറയുന്നത്. 2020 ഉപദേശത്തിൻ്റെ കാറ്റുകൾ അടിക്കും. അതുപോലെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ വിശുദ്ധന്മാരോട് പറഞ്ഞു, നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന്. അപ്പോൾ 2020 ആ വാക്യം എന്താ പറയുക, ആ വാക്യം അങ്ങ് മാഞ്ഞു പോയോ? 2020 ആ വാക്യത്തിന് പ്രസക്തിയില്ലേ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അത് ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രമുള്ളതാണോ? അത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ലേ സഹോദരങ്ങളെ? 2019 നമുക്ക് കഷ്ടത്തിൻ്റെ അനുഭവങ്ങളുണ്ടാകാം. 2020, 2021, 2022, 2024, 2025 കർത്താവ് വരാൻ താമസിച്ചാൽ 2025 തുറന്നു വന്നാൽ 2025 ഉണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാകും, എല്ലാ കാലത്തും. 2020 പനി പിടിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? 2020 പനിയൊക്കെ പിടിക്കും. 2020 എല്ലാ കാര്യങ്ങളും സംഭവിക്കും. 2020 മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന പോലെ കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞാൽ 2020 കള്ളപ്രവാചകന്മാരുണ്ടാകാതിരിക്കുമോ? 2020 നമ്മളങ്ങ് സീൽ ചെയ്യുകയാണ്, മൊത്തം ക്ലോസ്ഡ് ആക്കുകയാണ്. ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മൊത്തം മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും എല്ലാത്തരം ബ്ലെസ്സിങ്ങും, എല്ലാത്തരം. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്ന കാലത്തെല്ലാം പരിശോധനകളും പരീക്ഷകളും കടന്നു വരും. അതൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ പോകേണ്ട സാഹചര്യം ചിലപ്പോൾ വരാം, രോഗത്തിൻ്റെ അവസ്ഥകൾ കടന്നു വരാം, മറ്റ് പ്രതിസന്ധികളൊക്കെ കടന്നു വരാം. ഇതെല്ലാം അനുവദിക്കുന്നത് നമ്മുടെ ഒരുക്കം പൂർത്തിയാകാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ തലയെടുപ്പോടെ നിൽക്കണം, ജയാളികളായി പുറത്തു വരണം. കർത്താവ് നടന്നുപോയ പാത എല്ലാ കൊല്ലവും ഉണ്ടെന്നേ. യേശു കർത്താവ് നടന്നുപോയ ആ വാക്യം ഒന്ന് വായിച്ചേ. ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണെങ്കിലും ആ വാക്യം വായിക്കാതെ എങ്ങനെയാണ് വിടുന്നത്? 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഞാൻ ഈ 2020 എന്ന് പറയാൻ കാരണം എന്നു മനസ്സിലായല്ലോ. 2020 വലിയ പ്രവചനം പ്രവചിച്ച ആളുടെ കാര്യമാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ 2020 ഈ വാക്യം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് വായിക്കുന്നത്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചപ്പാട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഈ വാക്യമൊക്കെ ന്യൂജന്മാർ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്രിസ്തു കഷ്ടം അനുഭവിച്ച് കടന്നുപോയി, ഇനി ഒരു കഷ്ടമില്ല. ക്രിസ്തു ഒരു 6 ലൈൻ റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 6 ലൈനാണോ 8 ലൈനാണോ? അവിശാലമായ പാതയിലൂടെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഈ മലയാളം എങ്ങനെ ഇത് വായിക്കുന്നത്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. തുടക്കം പറയുന്നത് എന്താ? ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. എന്നിട്ട് നിങ്ങൾ അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. ഒരു വാക്യത്തിൽ നിന്നല്ല കേട്ടോ നമ്മൾ ഉപദേശം സ്ഥാപിക്കുന്നത്, അനവധി വാക്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്,
അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പ് കൂട്ടി സാക്ഷിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും ഇതിനോട് ചേർത്ത് റോമാലേഖനം ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത്? കൊരിന്ത് ലേഖനം, റോമാലേഖനം, തെസ്സലോനിക്ക ലേഖനം ഒക്കെയുണ്ട് മുമ്പിൽ. അവിടെ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? അതായത് നാം അല്പനേരത്തേക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും അത് തേജസ്സിൻ്റെ നിത്യഘനം നമ്മെ ഉടുപ്പിക്കുമെന്നല്ലേ അപ്പോസ്തലന്മാർ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലാണ് ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുകയുള്ളൂ എന്നാണ് റോമർ 8:18 നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവൻ ക്രിസ്തുവിനോടുകൂടെ തേജസ്കരിക്കപ്പെടുമെന്ന്. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താ വായിച്ചത്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചൂടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു നടന്നു പോയ ഒരു പാതയുണ്ട്. ആ പാതയിൽ താൻ അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. താൻ നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്, അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, ദുഷിക്കപ്പെട്ടിട്ടുണ്ട്, പഴിക്കപ്പെട്ടിട്ടുണ്ട്, ത്യജിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറയാനുണ്ട്. പല കാര്യങ്ങളും പാപമൊഴികെ സകലത്തിലും പരിശോധിക്കപ്പെട്ട കാര്യം എബ്രായ ലേഖനം പറയുകയാണ്. അങ്ങനെ നടന്നുപോയ ആ വഴി, ക്രിസ്തു അനുഭവിച്ച അനുഭവങ്ങൾ, അതായത് ക്രൂശെ കയറുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ആ അനുഭവങ്ങളിലൂടെയെല്ലാം തൻ്റെ സഭയും കടന്നു പോകേണ്ടതുണ്ട്. അത് 2020 കടക്കണ്ടേ എന്നാണ് ചോദ്യം. അല്ലെ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ 2025 വരുന്നുണ്ടല്ലോ. 2024 ഡിസംബർ 31 ഉപദേശിമാർ പറയാമെന്ന് വിചാരിക്കുക. 2025 കടക്കുമ്പോൾ ഈ വാക്യം ഒന്നും ഇനി മുമ്പിലില്ല. അങ്ങനെ ഒരു പിന്തുടരാൻ പാകത്തിലുള്ള വഴിയല്ല. ആ വഴി കർത്താവ് ടാറിട്ടിരിക്കുന്നു. ഏത്? പത്രോസ് പറഞ്ഞ് ഈ വഴി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? മെക്കാഡൻ ടാറിങ്ങാണ് ഇട്ടിരിക്കുന്നത്. ഒരല്പം പോലും ഇങ്ങനെ വണ്ടി കുലുങ്ങൂല, അനങ്ങില്ല. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ ടാറിങ് എങ്ങനെയായിരുന്നു? ഇങ്ങനെ കുണ്ടും കുഴിയും പോലെ ഇങ്ങനെ പൊങ്ങി നാണമൊക്കെയാണ് നിന്നത്. ഇപ്പം അങ്ങനെയല്ല, മെഷീൻ ടാറിങ് ആണ്. അതിനാണ് മെക്കാഡം ടാറിങ് എന്ന് പറയുന്നത്. കർത്താവ് മെക്കാഡം ടാറിങ് ഇട്ടു. അപ്പോൾ ഇപ്പം നമ്മൾ നടന്നുപോയ അറിയ പോലുമില്ല, യാതൊന്നും അറിയില്ല. അങ്ങനെ നിങ്ങൾ വിശാലമായ പാതയിലൂടെ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുക, ഇതെല്ലാം ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ്. ഇത് വേറെ ഒരു ഭാഷയില്ല പറയാനായിട്ട്. ഈ വഞ്ചനയുടെ ആത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന ഇത്തരക്കാരെ തുറന്നു കാണിക്കേണ്ടത് കർത്താവിൻ്റെ ദാസന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങളെ തുറന്നു കാണിച്ചത്. ഇവർ വഞ്ചകരാണ്, ഇവർ വ്യാജമാണ് പ്രസ്താവിക്കുന്നത്. ഇവർ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതൊന്നും പരിശുദ്ധാത്മാവിലല്ല. പരിശുദ്ധാത്മാവിലാണെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഈ യഥാർത്ഥ പാത വെളിപ്പെടുന്നില്ല? ക്രിസ്തു നടന്ന പാത, അപ്പസ്തോലന്മാർ നടന്ന പാത, ആ പാത എന്താണ് ഇവർക്ക് വെളിപ്പെടാത്തത്? ശരിയായ ശുശ്രൂഷകനാണെങ്കിൽ അപ്പസ്തോലന്മാർ നടന്നതും ശുശ്രൂഷിച്ചതുമായ ആ പാത, ആ പഴയ പാതയിലേക്കാണ് ജനത്തെ ആഹ്വാനം ചെയ്യേണ്ടത്. ഇവരാരെങ്കിലും അങ്ങനെ ആഹ്വാനം ചെയ്യുന്നവരാണോ? ഒരിക്കലുമല്ല. ഇവർ വഞ്ചനയുടെ ആത്മാവിലാണ് ഈ ശുശ്രൂഷിക്കുന്നതെന്ന് നമുക്ക് ആത്മാവിൽ ബോധ്യം വന്നതുകൊണ്ടാണ് നമ്മൾ തുറന്നു പറഞ്ഞത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആ മാന്യദേഹത്തെ അപമാനിക്കാനൊന്നും അല്ല നമ്മൾ വീഡിയോ ഇറക്കിയത്. അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ കാലാകാലങ്ങളെ അദ്ദേഹം പറയുന്നു. നമുക്ക് പറയാനുള്ളത് നമ്മളും പറയുന്നു. അദ്ദേഹം ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൻ പ്രകാരം നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഏതൊരു പാസ്റ്ററും ഡിസംബർ 31 അടുത്ത വർഷം ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മനുഷ്യജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഇതെല്ലാം ഉണ്ട്. സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ഒക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നില്ലേ? 2020 സൂര്യൻ അസ്തമിക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ പ്രകൃതിയുള്ള പ്രതിഭാസങ്ങളെല്ലാം ആസിറ്റീസ് നടക്കുന്നെങ്കിൽ അതുപോലെ തന്നെയാണ് വിശുദ്ധന്മാരുടെ ജീവിതവും. നമ്മൾ സാങ്ക്ടിഫിക്കേഷനോടുള്ള ബന്ധത്തിൽ 4 പ്രധാന കാര്യം പറയാറുണ്ട്. 1, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. 2, തൻ്റെ ആത്മാവിനാൽ. 3, തൻ്റെ വചനത്താൽ. 4 നമ്മൾ എന്താ പറയുന്നത്? നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. സഫറിങ്സ് ആൻഡ് പെർസിക്യൂഷൻസ്. അതെന്തിനാണ്? നമ്മെ സാങ്ക്ടിഫൈ ചെയ്യാനുള്ളതാണ്. ദീർഘമായ വിശദമായ പ്രസംഗങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ മുൻകാലത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്ദർഭവശാൽ ഞാനത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. 4 പ്രധാന കാര്യം നിങ്ങൾക്കറിയാം. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണ്. അതിൽ 4ാമത് പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ സഫറിങ്സ് അനുവദിക്കും. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അത് അനുവദിച്ചു. 2-3 നൂറ്റാണ്ടിൽ അങ്ങനെ തന്നെയല്ലായിരുന്നോ?
സ്മുർണയിലെ സഭയൊക്കെ കടന്നുപോയ ആ ഒരു യാത്രയൊന്ന് ചിന്തിച്ചു നോക്കിയേ. 3 നൂറ്റാണ്ടിന് ശേഷം പിന്നെ സംഭവിച്ചെന്താ? സഭ ട്രാക്കിൽ നിന്ന് വഴുതിപ്പോയി. ചക്രവർത്തിയുടെ മതമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറി. അങ്ങനെ മാറിയ സമയത്ത് നിങ്ങൾ ചിന്തിക്കാത്ത കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ മെജോറിറ്റിയും ചക്രവർത്തിയുടെ മതത്തിലേക്ക് മാറി. ചക്രവർത്തി സ്ഥാപിച്ച ക്രിസ്തു മതത്തിൻ്റെ ഭാഗമായി മാറി. പാഗൻ മതം പേര് മാറ്റി, കുപ്പായമൊക്കെ മാറ്റി ക്രിസ്തു മതം എന്നുള്ള ലേബലിൽ കൊണ്ടുവന്നു. മെജോറിറ്റി ക്രിസ്ത്യൻസും ആ ക്രിസ്തു മതത്തിൻ്റെ ഭാഗമായപ്പോൾ ഒരു മൈനോറിറ്റി ആ സമയത്ത് പൊരുതി നിന്നിട്ടുണ്ട് കേട്ടോ. ഒരു മൈനോറിറ്റി, ഉപദേശവും വചനവും അറിയാവുന്നവർ ചക്രവർത്തിയുടെ മതത്തിലേക്ക് ചേരാതെ എനിക്ക് മോൺസിഞ്ഞോർ ആകണ്ട, എനിക്ക് പ്രൊക്കുറേറ്റർ ആകണ്ട, എനിക്ക് കർദിനാൾ ആകണ്ട, എനിക്ക് ഇങ്ങനത്തെ ഒരു കുന്തം ആകണ്ട എന്ന് പറഞ്ഞ് ആ വിശുദ്ധിയിലും വേർപാടിലും മുന്നോട്ട് പോയവരുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അവരുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. നേരത്തെ റോമൻ കൈസറിൽ നിന്നുള്ള ഉപദ്രവമായിരുന്നു ഏറ്റിരുന്നതെങ്കിൽ ഇപ്പോൾ റോമൻ കൈസർ മാത്രമല്ല, ഒരു കാലത്ത് തങ്ങളോട് കൂടെ നിന്ന ആൾക്കാർ ഇപ്പോൾ ചക്രവർത്തിയുടെ മതത്തിൻ്റെ ഭാഗമായ ആളുകളുണ്ടല്ലോ, മെജോറിറ്റിയും, അവരും കൂടെ ഈ മൈനോറിറ്റിയെ, ഈ ന്യൂനപക്ഷത്തെ ഉപദ്രവിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. ആ കാലം നിങ്ങളൊന്ന് ഭാവന കണ്ടാൽ മതി. അതായത് പോരാട്ട വീര്യമുള്ളവരെ ഒരു കാലത്ത് സറണ്ടർ ചെയ്യില്ലെന്നേ, ഒരു കാലത്തും ഒരു സറണ്ടർ ചെയ്യില്ല. അറിഞ്ഞ സത്യത്തിന് വേണ്ടി പ്രാണൻ പോയാലും അവർ പൊരുതി നിൽക്കും. അപ്പോൾ ഈ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് സഭ ഇരുളിലേക്ക് പോയെന്നോ ചക്രവർത്തിയുടെ മതത്തിലേക്ക് പോയെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ 100% പോയി എന്നല്ല അർത്ഥം, മെജോറിറ്റി പോയി എന്നാണ് അർത്ഥം. മൈനോറിറ്റി പോയിട്ടില്ല. മൈനോറിറ്റിക്ക് ഈ പത്രോസ് പറഞ്ഞതുപോലെയുള്ള കാര്യമാണ്. അതായത് ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. വിശുദ്ധന്മാരെ, സത്യവിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ കഷ്ടം സഹിക്കേണ്ടി വരും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ വിവിധ നിലകളിലുള്ള ഉപദ്രവങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരാം. എങ്കിലും പതറിപ്പോകരുത്, ഇടംബലം നോക്കരുത്. വിശ്വാസത്തിൻ്റെ നായകനെ മാത്രം നോക്കി അങ്ങനെ തന്നെ മുൻപോട്ട് പോകുക. നമുക്കുള്ള കിരീടങ്ങളൊന്നും ഇവിടെയല്ല ലഭിക്കുന്നത്, നമുക്കുള്ള മാനാഭിമാനങ്ങളൊന്നും ഇവിടെയല്ല ലഭിക്കുന്നത്. ഈ ലോകം ഒരിക്കലും നമ്മളെ കൈക്കൊള്ളത്തില്ല. ചക്രവർത്തി കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ല? റോമൻ ചക്രവർത്തി കൈക്കൊണ്ട് ആടയാഭരണങ്ങളൊക്കെ കൊടുത്ത്, അലങ്കാരങ്ങളൊക്കെ കൊടുത്ത്, പദവികളൊക്കെ കൊടുക്കുമ്പോൾ എഴുതപ്പെട്ട വചനങ്ങളെല്ലാം മറിഞ്ഞു പോവുകയല്ലേ? കർത്താവ് പച്ചയ്ക്ക് പറയുകയാണ്, ലോകം എന്നെ പകച്ചു, നിങ്ങളെയും പകയ്ക്കുമെന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. പിന്നീട് യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ്, ലോകം നമ്മുടെ കർത്താവിനെ പകച്ചു, ആ ലോകം നിങ്ങളെയും പകയ്ക്കുമെന്ന്. സുവിശേഷത്തിലും താൻ പറയുന്നു, ലേഖനത്തിലും പറയുന്നു, അല്ലേ? വ്യക്തമായിട്ടല്ലേ പറയുന്നത്? അപ്പം ചക്രവർത്തിയിൽ നിന്ന് ലഭിക്കപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ സറണ്ടർ ചെയ്ത് കുമ്പിട്ട വീണ് കളഞ്ഞ ആ ജനത്തെക്കുറിച്ച് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാം? എന്നാൽ ആ കാലത്തും പൊരുതി നിന്നിട്ടുണ്ട് വിശുദ്ധന്മാർ, ആ കാലത്തും പൊരുതി നിന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും ഇതിന് നടുവിലും നമ്മൾ ആത്മാവിൽ കാര്യങ്ങളെ തിരിച്ചറിയണം. ഇന്ന് ഞാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഡയറക്റ്റ് കേട്ടിട്ട് എല്ലാം മനസ്സിലായില്ലെങ്കിൽ പിന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ട് നോക്കുക. വിശേഷാൽ 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായമൊക്കെ മുൻനിർത്തി പറഞ്ഞ ആ ഗൗരവമായ പോയിൻറ്റ്സ് അത് തനിച്ചിരുന്ന് ധ്യാനിക്കണം, ബൈബിൾ തുറന്നു വെച്ച്. ചുമ്മാ ഒരു പ്രസംഗം കേട്ടങ്ങനെ പോയാലൊന്നും നമുക്ക് കാര്യം മനസ്സിലാകണമെന്നില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ചടഞ്ഞുകൂടിയിരുന്ന് കേട്ട കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വചനം തുറന്നു വെച്ച് ധ്യാനിക്കുമ്പോഴാണ് അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും, പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടും, കാര്യങ്ങളെ നമുക്ക് തെളിവായി മനസ്സിലാക്കി തരും. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തു നോക്കിയേ. 3-ാം നൂറ്റാണ്ടിൽ സഭ ഇരുളിലേക്ക് പോയെന്ന് പറയുമ്പോൾ എല്ലാവരും ഇരുളിലേക്ക് പോകാൻ കൂട്ടാക്കിയില്ലെന്നേ, പൊരുതി നിന്നു വന്നും. ചിലർ രക്തസാക്ഷിയായി കാണും. അങ്ങനെ നിന്ന ഒരു ചരിത്രം, അതുപോലെ തന്നെ ഈ ആണ്ടർതി യോഗം എന്ന് പറയുന്ന യോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ഉപദേശിമാരെന്ന് പറയുന്നവർ പുതിയ വർഷം അല്ലലും അലച്ചിലും ഇല്ലാത്ത വർഷമായിരിക്കും. കാറ്റടിക്കില്ല, പൊടിയൊന്നും ആകില്ല കേട്ടോ. 2020 ഒരു ഇറ്റ് പൊടി മേത്താകില്ല, പൊടിയൊന്നും പറക്കില്ല 2020 എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കുന്ന നിന്നെ മന്ദബുദ്ധി എന്നല്ലാതെ എന്ത് വിളിക്കാൻ പറ്റും? 2020 കാറ്റടിക്കില്ല, പൊടിയൊന്നും പറക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണം. ആ ചങ്ങാതി പറഞ്ഞ അതിലെ ഒരു മണ്ടത്തരം ഞാൻ നിങ്ങളോട് പറയാം. അവരുടെ സഭയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞൊരു ദൂതാന്നാണ് പിന്നീട് പറഞ്ഞത്. കേട്ട് കേൾവിയാണ് കേട്ടോ.
അവരുടെ ഫാൻ ബേസിലുള്ള ആളുകൾ പറയുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് തഴയ്ക്കും കൊഴുക്കും വളരും വച്ചടി കയറ്റമാണെന്നാണ് പറഞ്ഞത്. 2020 മുതൽ അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷേ 2024 ഒരു കെട്ടിടം പണിയാൻ നേരത്ത് സകല ആൾക്കാരോടും കെട്ടിടം പണിക്കുള്ള ഫണ്ട് തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടു. അതുമാത്രമല്ല QR കോഡൊക്കെ അവിടെ വെച്ചായിരുന്നു. അപ്പോൾ എന്നോടൊരാൾ പറഞ്ഞ പോലെ സജി പാസ്റ്ററിൻ്റെ തമാശ ഭയങ്കരമാകട്ടോ, അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് അങ്ങേരുടെ QR കോഡ് വലിയ വലിപ്പത്തിൽ കാണിച്ചത് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചു. അതാണ് നമ്മുടെ കരുതലെന്ന് പറയുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഖണ്ഡിക്കുമ്പോഴും എതിർക്കുമ്പോഴും അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അമേരിക്കക്കാരും മേരിലാൻഡുകാരും പല ലാൻഡുകാരും ഉണ്ടല്ലോ, ഇവരൊക്കെ ഇങ്ങനെ ചാക്കി കെട്ടി വെച്ചിരിക്കുക ഈ വ്യാജന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്ത് ആരും തല പുകയരുത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ QR കോഡ് വയ്ക്കും. ഇപ്പോൾ ഈ മെസ്സേജിനകത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ QR കോഡ് വയ്ക്കും. ആളുകൾ കൊടുക്കണം, നിങ്ങൾ കൊടുക്കണം, കൈ അയച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ ആ മെസ്സേജിനകത്തൊരു വലിയ മണ്ടത്തരം പറഞ്ഞു, ഏതാണ്ട് 3 കോടിക്ക് അടുത്ത് വരുന്ന ഒരു പ്രൊജക്റ്റാന്നൊക്കെ. വേറെ ചില ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തു, 3 കോടിയോ 25 കോടിയുടെ പ്രൊജക്റ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സോറി പറഞ്ഞു അവരോട്, ഐ എം സോറി, പറ്റിപ്പോയി, ഞാൻ 3 കോടി എന്ന് പറഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? QR കോഡ് ഇവിടെയും വെച്ചേക്കാം. നമ്മുടെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരൊക്കെ എന്തായാലും ഉദാരമതികളുമാണ്, കൈ അയച്ച് കൊടുക്കട്ടെ എല്ലാവരും. രതീഷൊക്കെ നോക്കിയിരിക്കുകയാണ് എവിടെയാ പാസ്റ്റർ QR കോഡ് എന്നുള്ള രീതിയിൽ. എല്ലാവർക്കും QR കോഡ് ഞാൻ പ്രസൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾ നമ്മുടെ കൊട്ടാരക്കരയുള്ള ദൈവത്തിൻ്റെ ആലയത്തിലേക്ക്, ശലോമോൻ്റെ ആലയത്തിന് വേണ്ടി ആളുകൾ വെള്ളിയും പൊന്നും എല്ലാം കൊടുത്തെങ്കിൽ കൊട്ടാരക്കരയുള്ള ആലയത്തിന് വേണ്ടി നിങ്ങളെല്ലാം ഊരി കൊടുക്കണം. ഊരാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു കയ്യിൽ. ഉള്ളവർ ഊരി കൊടുക്കുക, സകല ആൾക്കാർ ഊരി കൊടുക്കുക. അങ്ങനെ ആ ഉദ്യമത്തിൽ പങ്കാളിത്തം വഹിക്കുക. അങ്ങനെ നിങ്ങൾക്ക് യോഹന്നാൻ 14 പറയുന്ന പോലെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇവിടെ നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 1-ാം തരം മാൻഷൻസ് തയ്യാറാക്കും ഗബ്രിയേലും മീഖായേലും ചേർന്ന്. അങ്ങനെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നാടമുറിച്ച് ആ കൊട്ടാരങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഇത്ര മാത്രം എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളൂ. വഞ്ചനയുടെ ആത്മാവിൻ്റെ വ്യാപാരം ഭയങ്കരമാണ്, അതിഭയങ്കരമാണ്. സൂക്ഷിച്ച് നോക്കിയില്ലെങ്കിൽ കർത്താവ് ഈശോ മിശിഹ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ഈ കള്ളന്മാർ കൊരിന്തി വന്ന് പ്രസൻറ്റ് ചെയ്തത് യേശു ക്രിസ്തു തന്നെയാണ് എന്നുള്ള രീതിയിൽ, അതായത് ക്രിസ്തുവിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിലെ കൊരിന്തിന് പോലും സ്വീകരിച്ചു പോയത്. പക്ഷേ ആത്മാവിൽ പൗലോസ് ധൃതിപ്പെട്ടവരോട് പറയുകയാണ്, എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നതെന്ന്. അപ്പോൾ പ്രസംഗത്തിൻ്റെ മുഴുവനും ഉള്ളടക്കം ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇന്ന് അനേകർ വഞ്ചിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളൊന്നും വഞ്ചനയിൽ കുടുങ്ങരുത്. നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ആവലോടെ നോക്കി പാർക്കാം, അതിന് ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കാം. ആ ഞെരക്കത്തിലേക്ക് ഈ ശുശ്രൂഷകളൊക്കെ നിങ്ങളെ നയിക്കട്ടെ എന്നാണ് ദൈവത്തിൻ്റെ ദാസന്മാരായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്ക് ആ വരവിന് വേണ്ടി ഒരുങ്ങി നോക്കി പാർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.